ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച സുഗം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സ്വാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ ന യാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേദസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുടൈരഹരഹർ സമ്യക് പിബത്യാദരാദ വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിഭക്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗത സമാസ സന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാൽമീകിഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാദിഭുവനം പുണ്യ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേദസാദാസീദ് സാക്ഷാത് രാമായണാത്മനാ. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വിരാസനേ സുസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം
രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. രാമായണ മാസം 2-ാം ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. നമ്മൾ ഈ വർഷം ആഞ്ജനേയ സേവാസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോട്ടയ്ക്കകം ആഞ്ജനേയ ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിക്കുന്നു വിവിധ പരിപാടികളോടുകൂടി. അതിലൊരു പരിപാടിയാണ് വൈകുന്നേരത്തെ ഈ ഒരു 5 മണി മുതൽ 7 മണി വരെയുള്ള രാമായണ വിചാരം. വാൽമീകി രാമായണമാണ് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സമയം അല്പമായിട്ട് വ്യാഖ്യാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും കണ്ടു. ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരണ്യകാണ്ഡമാണ്. ഇന്നലെ നമ്മൾ ആ ആരണ്യകാണ്ഡം 2 സർഗങ്ങൾ ഓടിച്ച് കണ്ടു. 75 സർഗങ്ങളാണ് മൊത്തം ഉള്ളത്. അതിലാദ്യത്തെ 2 സർഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി തുടർന്ന് 3-ാം സർഗം മുതൽ കാണണം. അപ്പോൾ ഇന്നലെ ദണ്ഡകാരണ്യ പ്രവേശം എന്നുള്ളതാണ്. ദണ്ഡകാരണ്യത്തിലാണ് ഇനി 13 വർഷത്തോളം രാമ ലക്ഷ്മണ സീതമാർ വസിക്കാൻ പോകുന്നത്. മൊത്തം 14 വർഷമാണ് വനവാസം. അതിൽ 13 വർഷത്തിലധികം കാലം ദണ്ഡകാരണ്യത്തിലാണ് വാസം. അപ്പോൾ അതിൽ അവസാന കാലത്താണ് ശൂർപ്പണഖയുടെ വരവും അത് കഴിഞ്ഞ് രാവണന്റെ വരവും സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതും ഒക്കെ ആയിട്ടുള്ള തുടർന്നുള്ളതായിട്ടുള്ള സീതാന്വേഷണവും കിഷ്കിന്ധ പ്രവേശവും തുടർന്ന് സമുദ്രലംഘനം അത് കഴിഞ്ഞ് ലങ്കയിൽ പ്രവേശിച്ച് രാമലക്ഷ്മണന്മാരുടെ നേതൃത്വത്തിൽ സുഗ്രീവാദികളുടെ സൈന്യത്തോടുകൂടി രാവണവധം ചെയ്യുന്നത്. അപ്പോൾ അത് അവസാനത്തൊരു ഏതാനും 6 മാസത്തോടെ കഥയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ വരുന്നുള്ളൂ. അതുവരേക്ക് സത്സംഗം തന്നെയാണ് മുഖ്യം. വനവാസകാലം മഹർഷിമാരുമായിട്ട് പല ഭാഗത്തും കഴിയുകയാണ് രാമലക്ഷ്മണ സീതമാർ. പല ആശ്രമങ്ങളിലും അവർ താമസിക്കുന്നുണ്ട്. പല മഹർഷിമാരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവസാനമാണ് പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുന്നത്.
പഞ്ചവടിയിൽ താമസിക്കുമ്പോഴാണ് സീത അപഹരണമെല്ലാം വരുന്നത്. അപ്പോൾ ആ ദണ്ഡകാരണ്യം അതിലേക്ക് പ്രവേശിച്ചു. ആദ്യം ആ അരണ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് നല്ലോണം വനത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ആ ഭാഗത്താണ് കുറേ മുനിമാരുടെ ആശ്രമങ്ങളെയൊക്കെ നമ്മൾ ഇന്നലെ വർണ്ണിച്ച് കണ്ടത്. വളരെ ഭവ്യമായ രീതിയിലുള്ള ആശ്രമ വ്യവസ്ഥകളും അവിടെയുള്ളതായിട്ടുള്ള ആ മുനിമാരുടെ ഓരോരോ സാമഗ്രികൾ ഓരോ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്, അവരുടെ മാൻതോലുകൾ ഉണക്കിയിട്ടിരിക്കുന്നതും അതുപോലെ ചമതകൾ കൂട്ടിയിട്ടിരിക്കുന്നതും ഹോമകുണ്ടങ്ങളും പർണശാലകളും അവിടെ പല മാനുകളും അതുപോലെയുള്ള പക്ഷികളും എല്ലാം വിഹരിക്കുന്നതുമായിട്ടുള്ള നല്ല ഫലവൃക്ഷങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന സാത്വികമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആദ്യം വർണ്ണിച്ചത്. പിന്നീട് ആ മുനിമാരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് രാമലക്ഷ്മണന്മാർ സീതയോടുകൂടെ വനാന്തർഭാഗത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് അവർ ഉണ്ടാവുന്ന ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത് വിരാധനുമായിട്ടാണ്. ആ വിരാധൻ ഇന്നലെ രണ്ടാമത്തെ സർഗത്തിൽ വന്നു. അതിഭയാനകമായിട്ടുള്ള ശരീരത്തോടുകൂടി, പർവ്വതാകാരമായിട്ടുള്ള ഒരു ശരീരത്തോടുകൂടി ഓടി വന്ന് സീതയെടുത്ത് ഒക്കത്ത് വെച്ച് കഴിഞ്ഞു. എന്നിട്ട് രാമലക്ഷ്മണന്മാരെ ഭയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കണം. നിങ്ങളുടെ ചോര ഞാൻ കുടിക്കാൻ പോവാണ്, നിങ്ങൾ എനിക്ക് ഭക്ഷണമാകാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ രാമലക്ഷ്മണന്മാരെ ഭയപ്പെടുത്തി. ആ സമയത്ത് സീതയെ പിരിഞ്ഞതോടുകൂടി രാമൻ അല്പം വിവശനാവുന്നു. കുറച്ച് പരവശനായിക്കൊണ്ട് അദ്ദേഹം കൈകേയി അമ്മ എന്താണോ പ്രതീക്ഷിച്ചത് അത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പാവം ആ ഒരു വിഷമം കൊണ്ട് കൈകേയമ്മ എന്താ ഉദ്ദേശിച്ചത്, നമ്മൾ വനത്തിൽ പോയി തിരിച്ചു വരാൻ പാടില്ല എന്നുള്ളതാണ്. അതിപ്പോ അവരുടെ ആഗ്രഹം നടക്കണു, അവരുടെ ആ വരം സാർത്ഥകമാവുകയാണ് എന്നുള്ള കാര്യമൊക്കെ പുലമ്പിക്കൊണ്ടിരുന്നു രാമനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. സാധാരണ പ്രാകൃത മനുഷ്യനെ പോലെ പുലമ്പുന്ന, വിലപിക്കുന്ന ആ ഭാവവും കാണാം. എന്നാൽ കൂടെയുള്ള ലക്ഷ്മണൻ വളരെ ധീരനായിക്കൊണ്ട് രാമനെ ബോധവാനാക്കുന്നു. എന്താ അങ്ങയുടെ ശക്തി എന്താണെന്ന് അങ്ങ് വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തുകൊണ്ട്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചാൽ തന്നെ ഈ വിരാധനെ ഇപ്പൊ തന്നെ ഞാൻ തീർത്തു കളയാം, ഏട്ടൻ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കെ ഏതൊരു ഏട്ടന്റെ മുമ്പില് ലോകങ്ങൾ മുഴുവൻ ദേവന്മാരൊക്കെ നിൽക്കാൻ പേടിക്കുമോ, വിറയ്ക്കുമോ? അങ്ങനെയുള്ള അങ്ങ് ഇങ്ങനെയൊക്കെ വിവശനാകാവോ എന്ന് ചോദിച്ചുകൊണ്ട് ജ്യേഷ്ഠനെ ഒന്ന് ഉണർത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് ബോധവാനാക്കുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ ഇന്നലെ രണ്ടാം സർഗത്തിൽ കണ്ടു നിർത്തിയത്. മൂന്നാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിരാധനെ പ്രഹരിക്കുന്ന, വിരാധനുമായിട്ടുള്ള യുദ്ധം അഥവാ വിരാധനെ ആയുധങ്ങളെ കൊണ്ട് ആക്രമിക്കുന്നതായിട്ടുള്ള രംഗമാണ്. അത് കഴിഞ്ഞിട്ടാണ് വിരാധ പദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നാലാം സർഗത്തിലാണ് വിരാധന് മോക്ഷം ലഭിക്കുന്നതായിട്ടുള്ള ഭാഗം വരെ. നമുക്ക് വേഗം വായിച്ച് പോകാം. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. വാൽമീകിയെ രാമായണേ ആരണ്യകാണ്ഡേ തൃതീയ സർഗഃ. അഥോ വാച പുനർവാക്യം വിരാധഃ പൂരയൻ വനം ആത്മാനം പൃച്ഛതേ ബ്രൂതം കൗ യുവാം ക്വ ഗമിഷ്യതഃ. ആ വിരാധൻ വനം പൂരയൻ എന്ന് പറഞ്ഞാൽ വനത്തെ മുഴുവൻ നിറച്ചുകൊണ്ട്, വനത്തിൽ മുഴുവൻ മാറ്റൊലി ഉണ്ടാക്കിക്കൊണ്ട് പുനഃവാക്യമുവാച, വീണ്ടും രാമലക്ഷ്മണന്മാരെ നോക്കിക്കൊണ്ട് ഈ വാക്യത്തെ പറയുകയാണ്. പൃച്ഛതേ ആത്മാനം ബ്രൂതം, ചോദിക്കുന്ന എന്നോട് നിങ്ങൾ പറയൂ എന്നാണ്. യുവാം ബ്രൂതം, നിങ്ങൾ എല്ലാവരും 3 പേരും കൂടി മറുപടി പറയണം എന്നുള്ളതാണ്. യുവാം കൗ, നിങ്ങൾ ആരാണ് 2 പേരും? ക്വ ഗമിഷ്യതഃ, എവിടേക്കാ പോകുന്നത്? അങ്ങനെ ധിക്കാരപൂർവമായിട്ട് രാമലക്ഷ്മണന്മാരെ ഭയപ്പെടുത്തുകയാണ്. തമുവാച തതോ രാമോ രാക്ഷസം ജ്വലിതാനനം പൃച്ഛന്തം സുമഹാതേജ ഇക്ഷ്വാകുകുലമാത്മനഃ. തതഃ സുമഹാതേജ രാമഃ,
ആ ഇവന്റെ ചോദ്യം കേട്ടതായിട്ടുള്ള സമയത്ത് മഹാ തേജസ്വിയായിട്ടുള്ള രാമൻ ജ്വലിതാനനം പൃച്ഛന്തം തം രാക്ഷസമുവാച, ജ്വലിച്ചുകൊണ്ട് കോപം കൊണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖത്തോടു കൂടിയവനായ രാക്ഷസനോട്, വിരാധനോട് മറുപടി പറയുകയാണ്. ആത്മനഃ ഇക്ഷ്വാകുകുലം, ഞങ്ങൾക്ക് വംശം ഏതാണെന്നറിയോ? ഇക്ഷ്വാകു വംശമാണ് എന്നർത്ഥം. ആ വംശത്തിന്റെ പേര് കേട്ടാൽ തന്നെ രാക്ഷസന്മാരൊക്കെ പേടിക്കേണ്ടതാണ്. കാരണം ആ ഒരു പാരമ്പര്യമാണ് ഇക്ഷ്വാകു വംശത്തിനുള്ളത്. ആ ഇക്ഷ്വാകു വംശത്തിലുള്ള മിക്കവാറും എല്ലാ രാജാക്കന്മാരും ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ളവരാണ്. ആ പാരമ്പര്യമാണ് ഇവർക്കുള്ള. എത്രയോ അസുരന്മാരെ വധിച്ചിട്ടുള്ള കുലമാണ് ഇക്ഷ്വാകു കുലം. അപ്പൊ അത് പറഞ്ഞു തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. ആത്മനഃ കുലം ഇക്ഷ്വാകു കുലം. ക്ഷത്രിയൗ വൃത്തസമ്പന്നൗ വിദ്ധിനൗ വനഗോചരൗ ത്വാം തു വേദിതുമിച്ഛാവഹ കസ്ത്വം ചരസി ദണ്ഡകാൻ. നൗ വൃത്തസമ്പന്നൗ വനഗോചരൗ ക്ഷത്രിയൗ ഇതി വിദ്ധി. ഞങ്ങൾ ആരാ രണ്ടുപേരെന്ന് ചോദിച്ചില്ലേ? ഞങ്ങള് നല്ല വൃത്തസമ്പന്നന്മാർ. വൃത്തം എന്ന് പറഞ്ഞാൽ സച്ചരിതം എന്നർത്ഥം. നല്ല വൃത്തി, സദ്വൃത്തിയോടുകൂടി സമ്പന്നന്മാരായിരിക്കുന്ന ഇപ്പൊ വനവാസികളായിരിക്കുന്ന ക്ഷത്രിയന്മാരാണ്. ഞങ്ങൾ വനവാസികളാണെങ്കിലും ഒറിജിനലി ഞങ്ങൾ ആരാണ്? ക്ഷത്രിയരാണ്. ആ ക്ഷത്രിയത്തിന് ഒരു കുറവുമില്ല എന്ന് വിധി അറിഞ്ഞാലും. ദണ്ഡകാൻ ചരസി, നീ ഇപ്പൊ ദണ്ഡകാരണ്യത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ത്വം കഹ, ആ നീ ആരാണ്? ഈ ദണ്ഡകാരണ്യത്തിൽ സഞ്ചരിക്കുന്ന നീ ആരാണ്? ത്വാം തു വേദിതും ഇച്ഛാവഹ, നിന്നെ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. നീ ആരാണെന്ന് പറയേ. തമുവാച വിരാതസ്തു രാമം സത്യപരാക്രമം ഹന്തവക്ഷ്യാമി തേ രാജൻ നിബോധ മമ രാഘവ. വിരാതഃ തു സത്യപരാക്രമം തം രാമം ഉവാച. ആ വിരാതനാവട്ടെ സത്യപരാക്രമനായ രാമനോട് പറഞ്ഞു. സത്യപരാക്രമം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? രാമന്റെ പരാക്രമം ഒരിക്കലും നിഷ്ഫലമാവില്ല, അത് സത്യമാകും എന്നർത്ഥം. ഏത് കാര്യത്തിന് കാലെടുത്ത് വെച്ചാലും അത് സക്സസ്ഫുൾ ആവുന്നവനാണ് സത്യപരാക്രമൻ. അപ്പൊ രാമൻ പറഞ്ഞു, ഹേ രാജൻ, ഹന്തതേ വക്ഷ്യാമി, അല്ലയോ രാജാവേ, ഞാൻ നിങ്ങളോട് പറയാം. രാഘവ മമ നിബോധ, ഞാൻ പറയുന്നത് കേട്ടാലും രാഘവ എന്ന് വിരാതൻ പറയുകയാണ്. പുത്രകില ജയസ്യാഹം മമ മാതാ ശതഹ്രദ വിരാത ഇതി മാം ആഹുഃ പൃഥിവ്യാം സർവരാക്ഷസാഃ. അഹം ജയസ്യ പുത്രഃ കില, എന്റെ അച്ഛന്റെ പേര് ജയൻ എന്നാണ്. ഞാൻ ജയന്റെ പുത്രനാണത്രേ. മമ മാതാ ശതഹ്രദ, എന്റെ അമ്മയുടെ പേര് ശതഹ്രദ എന്നാണ്. പൃഥിവ്യാം സർവരാക്ഷസാഃ മാം വിരാതഃ ഇതി ആഹുഃ, ഭൂമിയിലുള്ള എല്ലാ രാക്ഷസന്മാരും എന്നെ വിരാധൻ എന്നാണ് വിളിക്കുന്നത്. എന്റെ അച്ഛന്റെ പേര് ജയൻ, അമ്മയുടെ പേര് ശതഹ്രദ, എന്റെ പേര് വിരാതഃ സ്വയം പരിചയപ്പെടുത്തി. തപസാ ചാഭിമേ പ്രാപ്തം ബ്രഹ്മണോ ഹി പ്രസാദജ ശസ്ത്രേണ അവദ്യതാ ലോകേ അച്ഛേദ്യോ അഭേദ്യത്വമേവ ച. തപസാവി ലോകേ മേ ശസ്ത്രേണ അവദ്യത ബ്രഹ്മണഃ പ്രസാദജാ ഹി പ്രാപ്ത. ഈ ലോകത്തില് ഞാൻ എന്റെ തപസ്സുകൊണ്ട് ഈ ലോകത്തിൽ ആരാലും ആയുധങ്ങളെ കൊണ്ട്, ശസ്ത്രേണ അവദ്യത, ആയുധങ്ങളെ കൊണ്ട് എന്നെ വധിക്കാൻ കഴിയില്ല എന്നത്, മരണമില്ല എന്നുള്ളത് ബ്രഹ്മാവിന്റെ പ്രസാദജമായിട്ട് വരം പ്രാപിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിനെ ഞാൻ പ്രീതിപ്പെടുത്തി വരം നേടിയിട്ടുണ്ട്. അച്ഛേദ്യ അഭേദ്യത്വം ച ഏവച, എനിക്ക് അച്ഛേദ്യത്വം, എന്നെ വാളുകൊണ്ടോ മറ്റായുധങ്ങളെ കൊണ്ടോ ഛേദിക്കാനാവില്ല. അതുപോലെ എന്നെ മുറിവേൽപ്പിക്കപ്പെടാൻ ഭേദിക്കാനായിട്ട് ഒരായുധങ്ങളെ കൊണ്ടും സാധിക്കില്ല. എന്നെ ഗത കൊണ്ട് അടിച്ചിട്ടോ ചതച്ച് അരയ്ക്കാനൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ ലഭിച്ചിട്ടുണ്ട് എനിക്ക് എന്ന് പറയാം അല്ലേ. ഉത്സൃജ്യ പ്രമദാം ഏനാം അനപേക്ഷൗ യഥാഗതം ത്വരമാണൗ പാലയേധാം നവാം ജീവിതമാദതേ. രാമലക്ഷ്മണന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഏനാം പ്രമദാം ഉത്സൃജ്യ, എന്റെ ഒക്കത്തിരിക്കുന്ന ഇവളെ, ഈ സ്ത്രീയെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് യഥാഗതം അനപേക്ഷൗ ത്വരമാണൗ പാലയേതാം, വന്നതുപോലെ ഒന്നും അപേക്ഷിക്കാതെ, ഒന്നും ചോദിക്കാതെ, ഒന്നിലും ആശ വയ്ക്കാതെ മര്യാദയ്ക്ക് വന്ന വഴിക്ക് തന്നെ പൊക്കോളൂ എന്നാണ് രാമലക്ഷ്മണന്മാരോട് വിരാധൻ പറയുന്നത്. പലായേതാം, പലായനം ചെയ്യൂ, ഓടിക്കോ എന്നാ പറയണം. വാം ജീവിതം ആദതേന, നിങ്ങളുടെ ജീവനെ ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല.
നിങ്ങളെ വിടുകയാണ് എന്നുള്ള മട്ടില് ഭീഷണിപ്പെടുത്തി ഓടിക്കാൻ നോക്കുകയാണ്. തം രാമ പ്രത്യുവാചേതം കോപസംരക്തലോചന രാക്ഷസം വികൃതാകാരം വിരാധം പാപചേതസം. ഈ വിരാധന്റെ വാക്ക് കേട്ട് രാമ കോപസംരക്തലോചന, കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടി, രക്തം വ്യാപിച്ചതായിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ട് വികൃതാകാരം പാപചേതസം തം രാക്ഷസം വിരാധം ഇതം പ്രത്യുവാച, വളരെ വികൃതമായ ആകാരത്തോടു കൂടിയ പാപമനസ്സോടു കൂടിയവനായിട്ടുള്ള രാക്ഷസനായ വിരാധനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. ക്ഷുദ്ര ദിക്വാം തുഹീനാർത്ഥം മൃത്യുമന്വേഷസേ ധ്രുവം രണേ സംപ്രാപ്സ്യസേ തിഷ്ഠ നമേ ജീവൻ ഗമിഷ്യസി. വിളിക്കുന്നത് തന്നെ ക്ഷുദ്ര എന്നാണ്. ഹേ ക്ഷുദ്ര എന്ന് പറഞ്ഞാലോ നീചനായവനെ, അല്പനായവനെ എന്നാ. ഹേ നീച്ച, ത്വാം ധിക്, നിന്നെ കുറിച്ച് നിന്ദ്യം, നീ നിന്ദ്യനാണ് എന്നർത്ഥം. നീ മഹാ നീചനാണ്. മേ ജീവൻ ഗമിഷ്യസി ന, നീ എന്റെ മുമ്പിൽ നിന്ന്, മേ എന്ന് പറഞ്ഞാൽ മമ പുരതഃ അർത്ഥം, എന്റെ മുമ്പിൽ നിന്ന് ജീവൻ ന ഗമിഷ്യസി, ജീവനോടെ നീ പോവില്ല എന്ന് രാമൻ പറയുന്നത്. എന്താ കാരണം? തൂ ഹീനാർത്ഥം മൃത്യും അന്വേഷസി, നീ നിന്റെ അർത്ഥം നശിച്ചവനായിട്ട്, നീ എന്തുദ്ദേശിക്കുന്നു അത് നടക്കില്ല, നിന്റെ അർത്ഥം ഹീനമായിട്ട് മൃത്യും അന്വേഷസേ, നീ മരണത്തെ അന്വേഷിക്കുകയാണ് ഇപ്പോ. ധ്രുവം രണേ സംപ്രാപ്സ്യസേ, തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ നീ അതിനെ പ്രാപിക്കും, ഏതിനെ? മൃത്യുവിനെ നീ പ്രാപിക്കും. തിഷ്ഠ, മര്യാദയ്ക്ക് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് രാമൻ തിരിച്ചും അങ്ങോട്ട് വെല്ലുവിളി കൊടുത്തു. തദസജ്യം ധനുകൃത്വാ രാമസ്സു നിശിതാൻ ശരാൻ സുശീഘ്രം അഭിസന്ധായ രാക്ഷസം നിജഘാനഃ. തതഃ രാമഃ ധനുഃ സജ്യം കൃത്വാ, പിന്നീട് രാമൻ വില്ലിനെ നല്ലോണം ഞാൻ വലിച്ചു കെട്ടി. സജ്യം, ജാ, ബന്ധിച്ചു എന്നർത്ഥം. അപ്പൊ ജാവോട് കൂടിയതായിട്ട് തീർത്തു വില്ലിനെ. സുനിശിതാൻ ശരാൻ സുശീഘ്രം അഭിസന്ധായ രാക്ഷസം നിജഗാന, നല്ല വേഗത്തിൽ തന്നെ നല്ല മൂർച്ചയേറിയതായിട്ടുള്ള അസ്ത്രങ്ങളെ അതിൽ അഭിസന്ധാനം ചെയ്ത് തൊടുത്തിട്ട് രാക്ഷസന്റെ നേരെ ഹനിച്ചു, പ്രയോഗിച്ചു, എയ്തു എന്നർത്ഥം. ധനുഷാജ്യാഗുണവതാ ശബ്ദബാണാൻ മുമോജഃ രുക്മപുംഗാൻ മഹാവേഗാൻ സുപർണാനിലതുല്യഗാൻ. ജാഗുണവതാ ധനുഷ, നല്ലോണം വലിച്ചു കെട്ടിയതായിട്ടുള്ള ഞാണോട് കൂടിയതായിട്ടുള്ള വില്ലുകൊണ്ട് രുക്മപുംഗാൻ സുപർണാനില തുല്യഗാൻ മഹാവേഗാൻ സപ്തബാണാൻ മുമോജഃ. രുക്മപുംഗങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് കെട്ടിയത്, സ്വർണക്കെട്ടുള്ളതായിട്ടുള്ള സുപർണ അനില തുല്യകാൻ. സുപർണൻ ആരാ? ഗരുഡൻ. അനിലൻ വായു. അപ്പൊ ഗരുഡനെ പോലെയോ വായുവിനെ പോലെയോ വേഗത്തിൽ ശക്തമായി സഞ്ചരിക്കുന്ന മഹാവേഗാൻ, വളരെ വേഗത്തിൽ പോകുന്ന സപ്തബാണാൻ മുമോച, 7 ബാണങ്ങളെ ആ വിരാധന്റെ നേരെ രാമൻ ഒറ്റയടിക്ക് മോചിപ്പിച്ചു. തേ ശരീരം വിരാധസ്യ ഭിത്വാ ബർഹിണവാസസഃ നിപേതുശോണിതാദിഗ്ധ ധരണ്യാം പാവകോപമാഹാം. പാവകോപമാഹ, അഗ്നി പോലെ ജ്വലിക്കുന്ന ആ ശരങ്ങള് ബർഹിണവാസസഃ, അതില് ബർഹി എന്ന് പറഞ്ഞാൽ മയിൽപീലിയാണ്. മയിൽപീലി അതിൽ വസ്ത്രം പോലെ അതിന്റെ അസ്ത്രങ്ങൾക്ക് വാലായിട്ട് പത്രങ്ങൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മയിൽപീലി ഉള്ളതായിട്ടുള്ള ആ അസ്ത്രങ്ങള് തേ വിരാധസ്യ ശരീരം വിദ്വ, അത് വിരാധന്റെ ശരീരത്തെ ഭേദിച്ചുകൊണ്ട് ശോണിതാദിഗ്ധാഹ ധരണ്യാം നിവേദുഹു, രക്തം നല്ലതുപോലെ പുരണ്ടവയായിട്ട് ഭൂമിയിൽ വന്ന് വീണു. വീണ്ടും സവിദ്ധോന്യസ്യ വൈദേഹീം ശൂലമുദ്യമ്യ രാക്ഷസഃ അഭ്യദ്രവൽ സുസംക്രുദ്ധഃ തദാ രാമം സലക്ഷ്മണം. സഹ രാക്ഷസഃ വിദ്ധഃ, ആ രാക്ഷസൻ രാമനാൽ വേധിക്കപ്പെട്ടവനായിട്ട്, മുറിവേൽപ്പിക്കപ്പെട്ടവനായിട്ട്, വൈദേഹീം ന്യസ്യ, ഉടനെ ഒക്കത്തിരുന്ന വൈദേഹിയെ വിട്ടു. ഇനിയിപ്പോ യുദ്ധത്തിന് തയ്യാറായി. ഉടനെ ശൂലം ഉദ്യമ്യ, തന്റെ കയ്യിലുള്ള വലിയ ശൂലത്തെ ഉയർത്തിപ്പിടിച്ച് തഥാ സലക്ഷ്മണം രാമം സുസംക്രുദ്ധ അഭ്യദ്രവത്, ലക്ഷ്മണനോടുകൂടി നിൽക്കുന്ന രാമന്റെ അടുത്തേക്ക് നല്ല ക്രോധത്തോടുകൂടി പാഞ്ഞു വരികയാണ് എന്നർത്ഥം. സവിനദ്യ മഹാനാദം ശൂലം ശക്രധ്വജോപമം പ്രഗൃഹ്യ അശോപത തഥാ വ്യാപ്താനനൈവാന്തകഃ.
തഥാ സഹ ശക്രധ്വജോപമം ശൂലം പ്രഗൃഹ്യ തഥാ സഹ ആ സമയത്ത് അവൻ ആ വിരാതൻ ശക്രധ്വജോപമം ശൂലം പ്രഗൃഹ്യ. ശക്രധ്വജം എന്ന് പറഞ്ഞാല് മഴക്കാലത്തൊക്കെ മഴയുണ്ടാവാൻ വേണ്ടിയിട്ടും മറ്റൊക്കെ ഇന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കൊടിമരം പോലെ നാട്ടും, എന്നിട്ട് അതിനെ പൂജിക്കുകയൊക്കെ ചെയ്യും ചില ദേശങ്ങളിൽ. അതിനാണ് ശക്രധ്വജം, ഇന്ദ്രധ്വജം എന്നൊക്കെ പറയാം. അപ്പോൾ അതുപോലെ ഇരിക്കുന്ന വലിയ പന പോലെ ഇരിക്കുന്നതായിട്ടുള്ള ആ വില്ലും ശൂലവും ഉയർത്തിപ്പിടിച്ച് പ്രഗൃഹ്യ മഹാനാദം വിനദ്യ, വലിയ ശബ്ദത്തെ അട്ടഹാസത്തെ ഉണ്ടാക്കിക്കൊണ്ട് വ്യാത്താനനഃ വായ പൊളിച്ചവനായിട്ട് അന്തകഃ ഇവ ശോഭത, ഒരു യമനെ പോലെ കാലനെ പോലെ ശോഭിച്ചു. രാമലക്ഷ്മണന്മാരെ വിഴുങ്ങാൻ വരുന്ന കാലനെ പോലെ മുമ്പിൽ വന്നു. അഗതൗ ഭ്രാതരൗ ദീപ്തം ശരവർഷം വവർഷദുഃ വിരാധേ രാക്ഷസേ തസ്മിൻ കാലാന്തകയമോപമേ. ആ രണ്ടുപേരും തൗ ഭ്രാതരൗ, രണ്ട് സഹോദരന്മാരും കാലാന്തക യമോപമേ തസ്മിൻ, കാലാന്തകനായ സർവനാശകനായ യമനെ പോലെ ഇരിക്കുന്ന അവന്റെ നേർക്ക്, ആ രാക്ഷസേ വിരാതന്റെ നേർക്ക് അത് ദീപ്തം ശരവർഷം വർഷതുഹു, നല്ല ജ്വലിക്കുന്നതായിട്ടുള്ള ശരങ്ങളെ വർഷിച്ചുകൊണ്ടിരുന്നു. സപ്രഹസ്യ മഹാരൗദ്രഃ സ്ഥിത്വാ അജൃംഭത രാക്ഷസഃ, ആ മഹാഭയങ്കരനായ ആ രാക്ഷസൻ സ്ഥിത്വ അവിടെ ഇളകാതെ നിന്നുകൊണ്ട് പ്രഹസ്യ അജൃംഭത പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒന്ന് നല്ലതുപോലെ നിവർന്നു നിന്നു, അജൃംഭിച്ചു നിന്നു. വിരാത ശൂലമുദ്യമ്യ രാഘവൗ അഭ്യധാവത, പിന്നീട് ആ വിരാതൻ ശൂലത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഘവന്മാർ രണ്ടുപേരുടെ നേർക്കും പാഞ്ഞു വന്നു. തച്ഛൂലം വജ്രസങ്കാശം ഗഗനേ ജ്വലനോപമം ദ്വാഭ്യാം ശരാഭ്യാം ചിച്ഛേദ രാമശസ്ത്രഭൃതാം വരഃ. ആ വിരാതന്റെ ശൂലം അത് എന്താ പറയുക, ജ്വലനോപമം, നല്ല കത്തുന്ന തീ പന്തം പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള ശൂലം. ശസ്ത്രഭൃതാം വരഃ രാമഃ, ആയുധധാരികളിൽ വെച്ച് ശ്രേഷ്ഠനായ ആ രാമൻ ദ്വാഭ്യാം ശരാഭ്യാം ചിച്ഛേദ, ആകാശത്തിൽ വെച്ച് തന്നെ രണ്ട് ശരങ്ങളെ കൊണ്ട് ഇവന്റെ ശൂലത്തെ ഛേദിച്ചു കളഞ്ഞു. തത് രാമവിശിഖഛിന്നം ശൂലം തസ്യ കരാത് ഭുവി പപാദ അശനിനാ ഛിന്നം മേരോരിവ ശിലാതലം. അശനിനാ ഛിന്നം ശിലാതലം മേരോഹോ ഇവ. അശനി എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് എന്നർത്ഥം, ഇന്ദ്രന്റെ വജ്രായുധം എന്നും അർത്ഥം, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് മുമ്പ് പർവ്വതങ്ങളുടെയൊക്കെ ശിഖരങ്ങളും ചിറകുകളും ഒക്കെ ഇന്ദ്രൻ ഛേദിച്ചിട്ടുണ്ട്. ആ കഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വജ്രായുധം കൊണ്ട് പിളർക്കപ്പെട്ട ഒരു പർവ്വതത്തിന്റെ ശിഖരം പോലെ, അത് മേരുപർവ്വതത്തിൽ വീഴുന്നത് പോലെ രാമവിശിഖഛിന്നം തച്ഛൂലം തസ്യ കരാത് ഭുവി പപാദ, രാമന്റെ അസ്ത്രങ്ങളാൽ ഛേദിക്കപ്പെട്ട ആ ശൂലം ഭൂമിയിൽ പതിച്ചു എന്നാണ്. തൗ ഖഡ്ഗൗ ക്ഷിപ്രമുദ്യമ്യ കൃഷ്ണസർപ്പോപമൗ ശുഭൗ തൂർണമാപതതസ്തസ്യ തദാ പ്രഹരദാം ബലാത്. ആ രണ്ടുപേര് ലക്ഷ്മണന്മാർ രണ്ടുപേരും കൃഷ്ണസർപ്പോപമൗ ശുഭൗ ഖഡ്ഗൗ ക്ഷിപ്രം ഉദ്യമ്യ, രണ്ടുപേരുടെ കയ്യിലും വാളുകളുണ്ട്. നല്ല കാളസർപ്പം പോലെയുള്ളതായിട്ടുള്ള, എന്താ പറയുക, നല്ല കരിമൂർഖനെ പോലെയുള്ളതായിട്ടുള്ള വലിയ വാളുകൾ. ആ വാളുകളെ എടുത്തുകൊണ്ട് ക്ഷിപ്രം ഉദ്യമ, അതിനെ ഉയർത്തിപ്പിടിച്ച് തൂർണം ആപതതഃ തസ്യ തഥാ ബലാത് പ്രഹരതാം, ഇവരുടെ നേരെ വേഗത്തിൽ പാഞ്ഞു വരുന്നതായിട്ടുള്ള വിരാതന്റെ നേർക്ക് രണ്ടുപേരും ഒരേ സമയം വാളുകളെ കൊണ്ട് പ്രഹരിച്ചു. സവധ്യമാനസുഭൃശം ഭുജാഭ്യാം പരിഗൃഹ്യതൗ അപ്രകമ്പൗ നരവ്യാഗ്രൗ രൗദ്രഃ പ്രസ്താതുമൈച്ഛത. രൗദ്രഃ സഹ സുഭൃശം വധ്യമാനഃ അപ്രകമ്പൗ നരവ്യാഗ്രൗ തൗ ഭുജാഭ്യാം പരിഗൃഹ്യ പ്രസ്താതുമൈച്ഛത. അപ്പോ ആ രൗദ്രനായിട്ടുള്ള വിരാതൻ സുഭൃശം വധ്യമാനഃ, നല്ലതുപോലെ പ്രഹരിക്കപ്പെട്ടു, ഇവരാൽ രണ്ടുപേരാലും ആക്രമിക്കപ്പെട്ടു. പക്ഷെ എന്നിട്ടും അപ്രകമ്പൗ നരവ്യാഗ്രൗ തൗ, ഇളകാതെ നിൽക്കുന്നവരായ രണ്ടുപേരെ, നരശ്രേഷ്ഠന്മാരായ രാമലക്ഷ്മണന്മാരെ രണ്ടുപേരെയും ഭുജാഭ്യാം പരിഗൃഹ്യ, തന്റെ രണ്ട് കൈകളെ കൊണ്ടും പിടിച്ചെടുത്തു.
രാമലക്ഷ്മണന്മാരെ കൈകളെ കൊണ്ട് പിടിച്ചെടുത്തിട്ട് പ്രസ്ഥാതുമയിച്ചത്, അവിടുന്ന് പ്രസ്ഥാനം ചെയ്യാൻ അഥവാ പുറപ്പെടാൻ ഇച്ഛിച്ചു എന്ന, രാമലക്ഷ്മണനെ പൊക്കിക്കൊണ്ടു പോവുകയാണ് എന്നർത്ഥം. ആ സമയത്ത് തസ്യ അഭിപ്രായമാജ്ഞായ രാമോ ലക്ഷ്മണമബ്രവീത് മഹത്വയം അലം താവത് പദാനേന തു രാക്ഷസഃ. രാമഃ തസ്യ അഭിപ്രായമാജ്ഞായ, ഇവന്റെ മനസ്സിലിരിപ്പ് അറിഞ്ഞവനായ രാമൻ ലക്ഷ്മണം അബ്രവീത്, ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു, അയം രാക്ഷസഃ തു അനേന പദാ അലം താവത് വഹതു. ഈ രാക്ഷസൻ നമ്മളെ ഈ മാർഗത്തിലൂടെ തന്നെ മതിയാവോളം ചുമന്ന് കൊണ്ടുപോട്ടെ. അലം വഹതു എന്നാൽ മതിയാവോളം വഹിച്ചു കൊണ്ടുപോട്ടെ, എത്ര ദൂരം കൊണ്ടുപോകും നോക്കാം എന്നുള്ള രീതിയിൽ രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്. അയമേവഹി നഃപന്ത ഏനയാതി നിശാചരഃ. രാമൻ ഇവനെ ഒരു വാഹനമാക്കി ഉപയോഗിക്കാം എന്നാ പറയണത്. ഈ വഴിക്ക് തന്നെയല്ലേ നമുക്ക് പോകേണ്ടത് എന്ന്. അതാണ് ഈ നിശാചരഃ ഏനയാതി, ഈ രാക്ഷസൻ ഏത് വഴിക്ക് പോകുന്നുവോ അയമേവ നഹ പന്ഥ, ഇത് തന്നെയാ നമ്മുടെ വഴിയും. അപ്പോ നമുക്ക് ഫ്രീ ആയിട്ട് ഇവൻ തന്നെ നമ്മളെ ചുമന്നുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തിക്കും എന്നാ പറയണത്. സതു സ്വബലവീര്യേണ സമുക്ഷിപ്യ നിശാചരഃ ബാലൗ ഇവ സ്കന്ദഗതൗ ചകാര അതിബലൗ തതഃ. തതഃ സഹ നിശാചരഃ, അനന്തരം ആ രാക്ഷസൻ സ്വബലവീര്യേണ അതിബലൗ തു സമുക്ഷിപ്യ, ആ ബലവാന്മാരായ രണ്ടുപേരെയും അവന്റെ സ്വന്തം ബലം കൊണ്ട് അവൻ എടുത്തുയർത്തിയിട്ട് ബാലൗ ഇവ സ്കന്ദഗതൗ ചകാര, രണ്ട് ബാലന്മാരെ കുട്ടികളെ എടുക്കും പോലെ തന്റെ തോളിലേക്ക് എടുത്തു വെച്ചു. സ്വയം വിരാതൻ തന്റെ തോളിലെടുത്തു വെച്ചു. തൗ ആരോപ്യ തതസ്കന്ദം രാഘവൗ രജനീചരഃ വിരാധോ നിനദൻ ഘോരം ജഗാമ അഭിമുഖോ വനം. തൗ രാഘവൗ സ്കന്ധമാരോപ്യ, ആ രാമലക്ഷ്മണന്മാരെ കഴുത്തിലേറ്റിയിട്ട് രജനീചരഃ വിരാതഃ, ആ രാക്ഷസനായ വിരാതൻ തതഃ ഘോരം നിനദൻ, പിന്നീട് അതിഭയങ്കരമായി അട്ടഹസിച്ചുകൊണ്ട് വനം അഭിമുഖ ജഗാമ, വനത്തിന്റെ നേർക്കായിട്ട് ഗമിച്ചു. വനം മഹാമേഘനിപം പ്രവിഷ്ടോ ദ്രുമൈർമഹദ്ഭിർവിവിധൈരുപേദം നാനാവിധൈ പക്ഷിശതൈർവിചിത്രം ശിവായുതം വ്യാളമൃഗൈർവികീർണം. മഹാമേഘനിപം വിവിധൈ മഹദ്ഭി ദ്രുമൈ ഉപേദം നാനാവിധൈ പക്ഷിശതൈ വിചിത്രം ശിവായുധം വ്യാളമൃഗൈ വികീർണം വനം പ്രവിഷ്ട. ആ വനത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. വനത്തെ വിശേഷിപ്പിച്ച പദങ്ങളാണ് മഹാമേഘനിപം. മഴക്കാലത്ത് കാർമേഘങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ഇരുട്ടാവില്ലേ, ആ ഇരുട്ടുപോലെ തിങ്ങി നിൽക്കുന്ന വനത്തിലേക്ക്. വിവിധൈ മഹദ്ഭിഹി ദ്രുമൈഹി ഉപേദം, വിവിധ പ്രകാരത്തിലുള്ള വലിയ ഉയരത്തിലുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും നാനാവിധൈ പക്ഷിശതൈഹി വിചിത്രം, പലതരത്തിലുള്ള നൂറുകണക്കിന് പക്ഷിക്കൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞതും. ശിവായുതം, ശിവ എന്ന് പറഞ്ഞാൽ കുറുനരി, പെൺകുറുക്കന്മാരെയാണ് ശിവ എന്ന് പറയുക. അപ്പൊ ശിവായുതം കുറുനരികളെ കൊണ്ട് നിറഞ്ഞതും. വ്യാളമൃഗൈഹി വികീർണം, വലിയ വലിയ വ്യാളങ്ങളാലും മൃഗങ്ങളാലും ഒക്കെ നിറഞ്ഞിരിക്കുന്നതും. വനം പ്രവിഷ്ട, അങ്ങനെയുള്ള വനത്തിലേക്ക് വിരാതൻ രാമലക്ഷ്മണന്മാരെ തോളിലേറ്റിക്കൊണ്ട് പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യാരണ്യകാണ്ഡേ തൃതീയ സർഗ. അടുത്ത സർഗത്തിലാണ് വിരാധ വാദം. അത് ചതുർത്ഥ സർഗ. ഹ്രിയമാണൗ തു തൗ ദൃഷ്ട്വാ വൈദേഹി രാമലക്ഷ്മണൗ ഉച്ചൈ സ്വരേണ ചുക്രോശ പ്രഗൃഹ്യ സുഭുജാഭുജൗ. ആ വൈദേഹി ഇത് കണ്ടിട്ട് രാമലക്ഷ്മണന്മാരെ പൊക്കിയിട്ട് പോണു, തന്നെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോണു അല്ലേ. അപ്പോ അവിടെ നിന്ന് നിലവിളിച്ച് കരയണമെന്ന് പറയുക. അതാണ് സുഭുജ വൈദേഹി, നല്ല ഭംഗിയുള്ള കൈകളോടുകൂടിയവളായാൽ വൈദേഹി. തൗ രാമലക്ഷ്മണൗ ഹ്രിയമാണൗ ദൃഷ്ട്വ, ആ രാമലക്ഷ്മണന്മാരെ ഹരിക്കപ്പെട്ടു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഭുജൗ പ്രഗൃഹ്യ, രണ്ട് കൈകളെയും ഉയർത്തിപ്പിടിച്ചിട്ട്, അതിനാണ് അവളുടെ കയ്യിന്റെ ചന്തം മുമ്പേ പറഞ്ഞത്. നല്ല ചന്തമുള്ള രണ്ട് കൈകളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചൈഹി സ്വരേണ ചുക്രോശ,
ഉച്ചത്തിൽ ഭയങ്കര ശബ്ദത്തോടുകൂടി ആക്രോശിച്ചു നിലവിളിച്ചു എന്നർത്ഥം. മുറവിളി കൂട്ടി എന്ന് താല്പര്യം. ഏഷ ദാശരഥീ രാമഃ സത്യവാൻ ശീലവാൻ ശുചിഃ രക്ഷസാ രൗദ്രരൂപേണ ഹ്രിയതേ സഹ ലക്ഷ്മണഃ. സീതയുടെ വാക്കുകളാണ്. ഏഷഃ ദാശരഥിഃ, ഈ ദശരഥപുത്രനായ രാമൻ സത്യവാൻ ശീലവാൻ, അവൻ സത്യസന്ധനാണ്, നല്ല സദാചാര സമ്പന്നനാണ്. ശുചിഃ, നല്ല പരിശുദ്ധിയുള്ളവനാണ്. ആ രാമഃ സഹ ലക്ഷ്മണഃ, ലക്ഷ്മണനോടുകൂടെ രൗദ്രരൂപേണ രക്ഷസാ ഹ്രിയതേ, ഈ ഭയങ്കര രൂപത്തോടുകൂടിയ രാക്ഷസനാൽ ഹരിക്കപ്പെട്ടു കൊണ്ടുപോകുന്നു. ആരുമില്ലേ രക്ഷിക്കാൻ എന്നുള്ളതാണ് മുറവിളിയുടെ താല്പര്യം. മാം മൃഗാ ഭക്ഷയിഷ്യന്തി ശാർദൂലാ ദ്വീപിനസ്തഥാ മാം ഹരോത്സൃജ്യ കാകുൽസ്തൗ നമസ്തേ രാക്ഷസോത്തമാ. രാക്ഷസോത്തമാ തേ നമഃ. വിരാതന് നമസ്കാരം പറയാണ് സീതാദേവി, അപേക്ഷിക്കുകയാണ്. അല്ലയോ രാക്ഷസ ശ്രേഷ്ഠ, അങ്ങേക്ക് നമസ്കാരം. കാകുൽസ്തൗ ഉത്സൃജ്യ മാം ഹര. ആ രാമലക്ഷ്മണന്മാരെ, കാകുൽസ്ഥന്മാരെ ഉപേക്ഷിച്ചിട്ട് എന്നെ വേണമെങ്കിൽ കൊണ്ടുപോക്കോ, എന്നെ ഭക്ഷണമാക്കിക്കോ എന്ന് താല്പര്യം. മാം മൃഗാഹ ശാർദൂലാഹ ദ്വീപിനഃ തഥാ ഭക്ഷയിഷ്യന്തി. എന്തായാലും എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ പുള്ളിപ്പുലികളോ അല്ലെങ്കിൽ ചെന്നായികളോ അല്ലെങ്കിൽ ദ്വീപി എന്ന് പറഞ്ഞാൽ കഴുതപ്പുലികൾ, അങ്ങനെയുള്ള പുലികളൊക്കെ എന്നെ എന്തായാലും ഭക്ഷിക്കും. അപ്പൊ ഏതായാലും ഞാൻ അങ്ങേക്ക് ഭക്ഷണമാകാം. അങ്ങയുടെ വിശപ്പ് എന്നെ കൊണ്ട് മാറ്റിയിട്ട് അവരെ രണ്ടുപേരെയും പാവങ്ങളെ വെറുതെ വിടൂ. അവർ സത്യസന്ധന്മാരാണ്, ശീലമുള്ളവരാണ്, വലിയ പരാക്രമികളാണ്, അവരെയെങ്കിലും ഉപേക്ഷിക്കൂ. മാം തസ്യാസ്തദ്വചനം ശ്രുത്വാ വൈദേഹ്യാ രാമലക്ഷ്മണൗ വേഗം പ്രചക്രതുർവീരൗ വധേ തസ്യ ദുരാത്മനഃ. വീരൗ രാമലക്ഷ്മണൗ തസ്യാഹ വൈദേഹ്യാഹ തദ്വചനം ശ്രുത്വ. വീരന്മാരായ രാമലക്ഷ്മണ ഈ വൈദേഹിയുടെ ഇങ്ങനെയുള്ള വിലാപം കേട്ടിട്ട് സഹിച്ചില്ല. പാവം തോന്നി. ഉടനെ തന്നെ അവൾക്ക് ആശ്വാസം ഉണ്ടാവണം. അതിനെന്ത് വേണം? വേഗം അതിനുള്ള പണി ചെയ്യണം, അല്ലേ? അപ്പൊ അതുകൊണ്ട് ദുരാത്മനഃ വധേ വേഗം പ്രചക്രതുഹു. ആ ദുരാത്മാവായ വിരാതന്റെ വധത്തിനായിക്കൊണ്ട് ആ വേഗത്തെ കൂട്ടി എന്നർത്ഥം. രണ്ടുപേരും ഉത്സാഹത്തെ വർദ്ധിപ്പിച്ച് എങ്ങനെ ഇവനെ വധിക്കണമെന്ന് ചിന്തിച്ചു. തസ്യ രൗദ്രസ്യ സൗമിത്രി സവ്യം ബാഹും ബഭഞ്ജഃ രാമസ്തു ദക്ഷിണം ബാഹും തരസാ തസ്യ രക്ഷസഃ. സൗമിത്രി തസ്യ രൗദ്രസ്യ സവ്യം ബാഹും ബഭഞ്ജ. ആ ലക്ഷ്മണൻ ഉടനെ തന്നെ അവന്റെ ഇടത്തെ കൈനെ ഭഞ്ജിച്ചു, വാളുകൊണ്ട് വെട്ടി. രാമഹതു തസ്യ രക്ഷസഃ ദക്ഷിണം ബാഹും തരസ. വേഗത്തിൽ രാമനും അവന്റെ വലതു കൈയിനെയും വെട്ടിയിട്ടു. അങ്ങനെ രണ്ട് കൈകളും വെട്ടി മുറിച്ചിട്ടു. സ ഭഗ്ന ബാഹു സംവിഘ്നോ നിപപാദാശു രാക്ഷസഃ ധരണ്യാം മേഘസംഘാശോ വജ്രഭിന്നൈവാചലഃ. വലിയ മേഘത്തെ പോലെ കറുത്തിരുണ്ട വലിയ ശരീരത്തോടു കൂടിയവനായ രാക്ഷസൻ ഭഗ്ന ബാഹുഹു, കൈകൾ രണ്ടും ഭഞ്ജിക്കപ്പെട്ടവനായിട്ട്, സംവിഘ്നഃ, ഭയപ്പെട്ടവനായി, വജ്രഭിന്നഃ അചലഃ ഇവ ധരണ്യാമാശു നിപപാദ. ഇന്ദ്രന്റെ വജ്രായുധത്താൽ ചിറക് ഛേദിക്കപ്പെട്ട പർവ്വതം എങ്ങനെ ഭൂമിയിൽ വീണുവോ അതുപോലെ ഇവൻ ഭൂമിയിൽ പെട്ടെന്ന് പതിച്ചു. കൈകൾ രണ്ടും പോയാൽ ശരീരത്തിന്റെ ബാലൻസ് പോവില്ലേ? അങ്ങനെ അവൻ ഭയപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ വീണു. മുഷ്ടിഭിർ ജാനുഭിഃ പദ്ഭിഃ സൂതയന്തൗ തു രാക്ഷസം ഉദ്യമ്യ ചാപ്യേനം സ്ഥണ്ഡിലേ നിഷ്പിപേഷതുഃ. അപ്പൊ രാമലക്ഷ്മണന്മാര് ഇവനെ എങ്ങനെയാണ് പിന്നീട് ആക്രമിച്ച് ഏനം രാക്ഷസം, ഈ രാക്ഷസനെ മുഷ്ടിഭിഹി ജാനുഭിഹി പദ്ഭിഹി അഭി ഉദ്യമ്യ സൂതയന്തൗ സ്ഥണ്ഡിലെ നിഷ്പിപേഷതുഃ. മുഷ്ടികളെ കൊണ്ട്, കൈമുട്ടുകളെ കൊണ്ടും, മുഷ്ടികളെ കൊണ്ടും, ജാനുബി കാൽമുട്ടുകളെ കൊണ്ടും, പാദം കൊണ്ടും, ഉദ്യമ്യ പൊന്തിച്ച് എന്നുവെച്ചാൽ സൂതയന്തൗ അവനെ തളർത്തുന്നവരായി, ചതച്ചരയ്ക്കുന്നവരായി, സ്ഥണ്ഡിലെ നിഷ്പിപേഷതുഃ. സ്ഥണ്ഡിലമെന്നാൽ ഭൂമിയില് പേഷണം ചെയ്തു, ചതച്ചരച്ചു എന്നർത്ഥം. പേസ്റ്റ് ആക്കുകയാണ്, ചമ്മന്തി ആക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ രാമലക്ഷ്മണന്മാർ വിടുന്നില്ല, വാശിയോടെ അവന്റെ ശരീരത്തെ ചതച്ച് ചമ്മന്തിയാക്കിക്കൊണ്ടിരുന്നു. സവിദ്ദോ ബഹുബിർബാണൈഃ ഗഡ്ഗാഭ്യാം ച പരീക്ഷതഃ നിഷ്പിഷ്ടോ ബഹുധാ ഭൂമൗ ന മമാര സ രാക്ഷസഃ.
സഹ ബഹുബി ബാണൈ വിദ്ദ, പല അസ്ത്രങ്ങളെ കൊണ്ട് വേദിക്കപ്പെട്ടിട്ടുണ്ട്. ഗഡ്ഗാഭ്യാം പരീക്ഷത, രാമലക്ഷ്മണന്മാരുടെ വാളുകൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമ ബഹുദാ നിഷ്പിഷ്ട, ഭൂമിയിൽ പല പ്രാവശ്യം ചവിട്ടി അരയ്ക്കപ്പെട്ടു. എന്നിട്ടും സ രാക്ഷസ നമമാര, രാക്ഷസൻ മരിച്ചില്ല. ബ്രഹ്മാവിന്റെ വരവുണ്ടല്ലോ, അവനെ ആയുധങ്ങളെ കൊണ്ടൊന്നും വധിക്കാൻ പറ്റില്ല എന്ന്. തം പ്രേക്ഷ്യ രാമ സുഭൃശം അവദ്യം അജലോപമം ഭയേഷു അഭയദ ശ്രീമാൻ ഇതം വചനമബ്രവീത്. ഭയേഷു അഭയദ ശ്രീമാൻ രാമ, എല്ലാവർക്കും ഭയമുണ്ടാകുമ്പോൾ അഭയം കൊടുക്കുന്നവനായ രാമൻ അചലോപമം തം സുഭൃശ്യം അവദ്യം പ്രേക്ഷ്യ, പർവ്വത തുല്യനായിട്ടുള്ള ഇവനെ നല്ല ഏതു പ്രകാരത്തിലും വധിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് കണ്ടിട്ട് ഇതം വചനമബ്രവീത്, ഈ വാക്കിനെ പറഞ്ഞു. തപസാ പുരുഷവ്യാഗ്ര രാക്ഷസോയം ന ശക്യതേ ശസ്ത്രേണ യുധി നിർജേതും രാക്ഷസം നിഘനാവഹേ. ഐഡിയ ദാ, അല്ലയോ പുരുഷവ്യാഗ്ര, ലക്ഷ്മണനെ നോക്കി രാമൻ പറയണ, പുരുഷോത്തമ തപസായം രാക്ഷസ യുധി ശസ്ത്രേണ നിർജേതും ന ശക്യത, ഇവൻ തപസ്സുകൊണ്ട് വരം നേടിയത് കൊണ്ട് യുദ്ധത്തിൽ ആയുധം കൊണ്ട് ഇവനെ ജയിക്കുവാൻ, ഇവനെ കൊല്ലുന്നതിന് ന ശക്യതയെ കഴിയുകയില്ല, ശക്തരാവുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? രാക്ഷസം നിഘനാവഹേ, ഈ രാക്ഷസനെ നമുക്ക് ഖനനം ചെയ്ത് കുഴിച്ചിടാം എന്നർത്ഥം. നമുക്ക് രണ്ടുപേർക്കും കൂടി നിഘനാവഹേ, കുഴിച്ചിട്ട് കുഴിയിലിട്ട് മൂടുക തന്നെ ചെയ്യാം. അങ്ങനെ ശ്വാസം മുട്ടിച്ച് മണ്ണിന്റെ അടിയിലാക്കാം. തത്ശ്രുത്വാ രാഘവേണോക്തം രാക്ഷസ പ്രസൃതം വചഃ ഇദം പ്രോവാചകാകുൽസ്തം വിരാതഃ പുരുഷർഷഭം. ആ രാക്ഷസനായ വിരാതൻ രാഘവേണ ഉക്തം തത്ശ്രുത്വ, രാമനാൽ പറയപ്പെട്ട ഈ വാക്ക് കേട്ടിട്ട് പുരുഷർഷഭം കാകുൽസ്തം ഇദം വചഃ പ്രസൃതം പ്രോവാച, ആ കാകുൽസ്ത വീരനായ രാമനോട് വിനയത്തോടെ പ്രസൃതം, അപ്പൊ അവൻ അടങ്ങി, അവന്റെ അഹങ്കാരമൊക്കെ ശമിച്ചു, മരണം ഉറച്ചു അവന്. അപ്പൊ അവൻ വിനയത്തോടുകൂടി ഈ വാക്കുകളെ രാമനോട് പറയുകയാണ്. ഹതോസ്മി പുരുഷവ്യാഗ്ര ശക്രതുല്യ ബലേന വൈ മയാതു പൂർവം ത്വം മോഹാന്ന ജ്ഞാതഃ പുരുഷർഷഭഃ. ഹേ പുരുഷവ്യാഗ്ര, അല്ലയോ പുരുഷശ്രേഷ്ഠനായ രാമ, ശക്രതുല്യ ബലേന വൈ അസ്മി ഹതഃ, അങ്ങ് ഇന്ദ്രന് തുല്യം ബലമുള്ളവനാണ്. അങ്ങനെയുള്ള അങ്ങയാൽ ഞാനിതാ പ്രഹരിക്കപ്പെട്ടിരിക്കുന്നു, ഹനിക്കപ്പെട്ടിരിക്കുന്നു. മയാതു പൂർവം മോഹാത് ത്വം പുരുഷർഷഭഃ ന ജ്ഞാതഃ, എനിക്ക് മുമ്പ് മോഹം കൊണ്ട് അഥവാ അഹങ്കാരം കൊണ്ട് നിങ്ങൾ ആരാന്ന് അറിഞ്ഞിരുന്നില്ല. അങ്ങ് എത്ര ശ്രേഷ്ഠനായിരുന്നു എന്ന് എന്നാൽ അറിയപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വന്നത്. കൗസല്യാ സുപ്രജാരാമ താദത്വം വിദിതോ മയാ വൈദേഹി ച മഹാഭാഗ ലക്ഷ്മണശ്ച മഹാബലഃ. താതാന്ന് തന്നെ രാമനെ വിളിക്കുന്നു. ഹേ താതാ എന്ന് പറഞ്ഞാലോ ലോകത്തിന്റെ മുഴുവൻ പിതാവേ, രക്ഷിതാവേ എന്നർത്ഥം. അപ്പൊ ഹേ രാമ, മയാത്വം കൗസല്യാ സുപ്രജാഹ വിദിതഃ, അങ്ങ് കൗസല്യാദേവിയുടെ ഉത്തമ പുത്രനാണെന്ന് എന്നാൽ ഇപ്പോ അറിയപ്പെട്ടു, ഇപ്പൊ മനസ്സിലാക്കി ഞാൻ. മഹാഭാഗ വൈദേഹി, ഈ ഭാഗ്യവതിയായിട്ടുള്ള വിദേഹ രാജകുമാരിയും ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാണെന്ന്. മഹാബലഃ ലക്ഷ്മണഃ ച, മഹാബലവാനായ ലക്ഷ്മണനെയും എനിക്ക് മനസ്സിലായി. അപി ശാപാദഹം ഘോരാം പ്രവിഷ്ടോ രാക്ഷസീം തനും തുമ്പുരുർനാമ ഗന്ധർവഃ ശബ്ദോ വൈശ്രവണേനഃ. അപ്പൊ താൻ ആരാണെന്ന് പറയണം. തുമ്പുരുഹു നാമ ഗന്ധർവഃ അഹം, ഞാൻ തുമ്പുരു എന്ന പേരുള്ള ഗന്ധർവനായിരുന്നു. വൈശ്രവണേന ശബ്ദഃ, വൈശ്രവണനാൽ കുബേരനാൽ ശപിക്കപ്പെട്ടിട്ടാണ് ഞാൻ ഈ കോലത്തിലായത്. ശാപാദവി ഘോരാം രാക്ഷസീം തനും പ്രവിഷ്ടഃ, ആ ശാപഫലമായിട്ടാണ് ഈ ഭയങ്കരമായ രാക്ഷസ ശരീരത്തെ ഞാൻ പ്രവേശിച്ചത്. അപ്പൊ ഞാൻ മുമ്പ് ഗന്ധർവ ശ്രേഷ്ഠനായ തുമ്പുരുവായിരുന്നു. നാരദനോടൊപ്പം പറയപ്പെടുന്നവരാണ് നാരദ തുമ്പുരുക്കൾ. ഒന്നിച്ച് പാട്ടും പാടി നടക്കുന്നവരാണ്, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി നടക്കുന്നവരാണ്. ആ തുമ്പുരു എന്ന ഗന്ധർവ ശ്രേഷ്ഠനാണ് കുബേരന്റെ ശാപം കൊണ്ടാണ് വിരാധനായത് എന്നറിയാം. നമ്മുടെ അധ്യാത്മരാമായണത്തില് ആരാണെന്ന് പേര് പറയില്ല, ഞാനൊരു വിദ്യാധരൻ എന്നേ പറഞ്ഞുള്ളൂ. വിദ്യാധരനാണ്, ഗന്ധർവനാണ്. തുമ്പുരു എന്നിവിടെ വ്യക്തമായിട്ട് പേര് പറയുന്നുണ്ട്.
പ്രസാദ്യമാനശ്ച മയാ സോബ്രമീൻ മാം മഹായശാഃ യഥാ ദാശരഥി രാമഃ ത്വാം വദിഷ്യതി സംയുഗേ തദാ പ്രകൃതിമാപന്നോ ഭവാൻ സ്വർഗം ഗമിഷ്യതി. അപ്പോ വൈശ്രവണൻ തന്നെ ശാപമോക്ഷം തന്നിട്ടുണ്ട്. അതാണ് മയാ പ്രസാദ്യമാനഃ മഹായശാഃ സഹ, എന്നാൽ പ്രസാദിപ്പിക്കപ്പെട്ട യശസ്വിയായ അദ്ദേഹം, കുബേരൻ എന്നർത്ഥം. മാം അബ്രവീത്, എന്നോട് ഇങ്ങനെ പറഞ്ഞു, യഥാ ദാശരഥി രാമഃ സംയുഗേ ത്വാം വദിഷ്യതി, എപ്പോഴാണോ ദശരഥപുത്രനായ രാമൻ യുദ്ധത്തിൽ നിന്നെ പ്രഹരിക്കുന്നത്, കൊല്ലുന്നത്, തഥാ ഭവാൻ പ്രകൃതിമാപന്നഃ സ്വർഗം ച ഗമിഷ്യതി, അപ്പോൾ നീ നിന്റെ സ്വയരൂപത്തെ പ്രാപിച്ച്, പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്വയരൂപം, ആ സ്വയരൂപത്തെ പ്രാപിച്ച് സ്വർഗം ഗമിഷ്യതി, നീ സ്വർഗത്തിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലും ഗന്ധർവനായിട്ട്. ഇതി വൈശ്രവണോ രാജാ രംഭാസക്തം പുരാനഘ അനുപസ്ഥീയമാനോ മാം സംക്രുദ്ധോ വ്യാജഹാരഃ. അല്ലയോ അനഘ, പുണ്യാത്മാവേ എന്ന് രാമനെ വിളിച്ചുകൊണ്ട് പറയണു, പുരാ വൈശ്രവണഃ രാജാ അനുപസ്ഥീയമാനഃ രംഭാസക്തം മാം സംക്രുദ്ധഃ ഇതി വ്യാജഹാര. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ ശപിച്ചത്? വൈശ്രവണൻ വിളിച്ച സമയത്ത് ഞാൻ ചെന്നില്ല. ഞാൻ രംഭയിൽ ആസക്തനായി രംഭയോടുകൂടി രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഡ്യൂട്ടിക്ക് ചെന്നില്ല. അപ്പോൾ കിട്ടിയ സസ്പെൻഷനാണ്, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ ശിക്ഷയാണ് എന്ന് പറയും. അതാണ് പുരാ വൈശ്രവണ രാജാവ് അനുപസ്ഥീയമാനഃ. ഉപസ്ഥീയമാനൻ എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെടുന്നവൻ, സേവിക്കേണ്ടവനാണ്. പക്ഷെ സേവിക്കപ്പെടാതിരുന്നപ്പോൾ, സമയത്ത് ചെന്ന് സേവിക്കാതിരുന്നപ്പോൾ, രംഭാസക്തം മാം, രംഭയിൽ ആസക്തനായ എന്നെ, സംക്രുദ്ധഃ ഇതി വ്യാജഹാര, ക്രോധിച്ചവനായിട്ട് ഇപ്രകാരം പറഞ്ഞതാണ്, അദ്ദേഹം ശപിച്ചതാണ്. തവ പ്രസാദാൻ മുക്തോഹം അഭിശാപാത് സുദാരുണാത് ഭവനം സ്വം ഗമിഷ്യാമി സ്വസ്തിവോസ്തു പരന്തപ. ഹേ പരന്തപ, ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ രാമ, അഹം തവ പ്രസാദാത്, ഞാൻ അങ്ങയുടെ പ്രസാദം കൊണ്ട്, സുദാരുണാത് അഭിശാപാത് മുക്തഃ, ആ ഭയങ്കരമായ ശാപത്തിൽ നിന്നിപ്പോ മുക്തനായി തീർന്നിരിക്കുന്നു. സ്വം ഭവനം ഗമിഷ്യാമി, ഞാൻ എന്റെ ഭവനത്തിലേക്ക്, ഗന്ധർവ ലോകത്തിലേക്ക് പോവുകയാണ്. വഹ സ്വസ്തിരസ്തു, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. അദ്യർദ്ധയോജനേ താത മഹർഷി സൂര്യസന്നിഭഃ ഇതോ വസതി ധർമാത്മാ ശരഭംഗഃ പ്രതാപവാൻ. ഇനി മുന്നോട്ട് എവിടേക്കാ പോകേണ്ടത് എന്ന് കൂടി രാമന് ഒരു വഴി ഗൈഡ് ചെയ്തു കൊടുക്കുന്നു. ഹേ താതാ, ലോകപിതാവായിരിക്കുന്ന രാമ, ഇതഃ അദ്യർദ്ധയോജനേ, ഇവിടെ നിന്ന് അദ്യർദ്ധം മന അധി അർദ്ധം, അപ്പൊ ഒന്നിന്റെ കൂടെ അർദ്ധം കൂടി ചേർത്ത് 1.5 യോജന എന്നർത്ഥത്തിലാണ്. 1.5 യോജന അകലെയായിട്ട് പ്രതാപവാൻ ധർമാത്മാ സൂര്യസന്നിഭഃ ശരഭംഗഃ മഹർഷി വസതി, പ്രതാപവാനായിരിക്കുന്ന ധർമ്മമൂർത്തിയായിരിക്കുന്ന സൂര്യ തേജസ്വിയായിട്ടുള്ള ശരഭംഗൻ എന്ന മഹർഷി വസിക്കുന്നുണ്ട്. തം ക്ഷിപ്രം അഭിഗച്ഛ ത്വം സതേ ശ്രേയോ വിദാസ്യതി അവിടെ ചാപി മാം രാമ പ്രക്ഷിപ്യ കുശലീ വ്രജ. ത്വം തു ക്ഷിപ്രം അഭിഗച്ഛ, അപ്പൊ നിങ്ങൾ അവിടേക്ക് വേഗം പോകൂ, ആ ശരഭംഗ മഹർഷിയുടെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നാലും. സഹ തേ ശ്രേയഃ വിദാസ്യതി, അദ്ദേഹം നിങ്ങൾക്ക് ശ്രേയസിനെ നൽകും, നന്മയെ ചെയ്യും. ഹേ രാമ, മാം അവിടെ പ്രക്ഷിപ്യ കുശലീ അഭിവ്രജ, നിങ്ങൾ എന്നെ മാം അവിടെ എന്ന് പറഞ്ഞാൽ വടമില്ലാത്ത സ്ഥാനം, വൃക്ഷം പുഴങ്ങി വീണ കുഴികളുണ്ടാവും, വലിയ വലിയ വടവൃക്ഷങ്ങൾ പുഴങ്ങി വീണതായിട്ടുള്ള ആഴത്തിലുള്ള കുഴികളുണ്ടാവും. അങ്ങനെയുള്ള കുഴിയിൽ തന്നെ പ്രക്ഷിപ്യ, നിക്ഷേപിച്ചിട്ട് കുശലീ വ്രജ, സുഖമായിട്ട് നിങ്ങൾ പൊക്കോളൂ. അപ്പൊ എന്നെ ഒരു കുഴിയിൽ നിക്ഷേപിച്ചോളൂ, കുഴിയിലിട്ട് മൂടിക്കോളൂ എന്നുള്ള ആ ഒരു സമ്മതം കൊടുത്തു എന്നർത്ഥം. രക്ഷസാം ഗതസത്വാനാം ഏഷ ധർമ്മ സനാതനഃ അവിടേയേ നിധീയന്തേ തേഷാം ലോകാ സനാതനാഃ. ഗതസത്വാനാം രക്ഷസാം ഏഷഃ സനാതനഃ ധർമ്മഃ. ബലം പോയി, ശക്തി പോയി, പ്രാണൻ പോയവരായ രാക്ഷസന്മാർക്ക് ഇതാണ് പണ്ട് തൊട്ടേ ഉള്ളതായിട്ടുള്ള രീതി, ധർമ്മം. എന്ത്? അവിടെ നിധീയന്തേ തേഷാം ലോകാഹ സനാതനാഹ.
ഏതൊരുവരാണോ കുഴിയിൽ മറവ് ചെയ്യപ്പെടുന്നത് അവർക്ക് സനാതനങ്ങളായ ലോകങ്ങൾ പ്രാപിക്കാം. അപ്പോ രാക്ഷസന്മാർക്ക് മരണം സംഭവിച്ചാൽ ഇങ്ങനെ കുഴിയിലിട്ട് മൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഊർധ്വലോകങ്ങൾ ലഭിക്കും എന്ന് താല്പര്യം. ഏവമുക്ത്വാ തു കാകുൽസ്ഥം വിരാതഃ ശരപീഡിതഃ ബഭൂവ സ്വർഗസംപ്രാപ്തോ ന്യസ്തദേഹോ മഹാബലഃ. അങ്ങനെ ശരപീഡിതഃ മഹാബലഃ വിരാതഃ, അസ്ത്രങ്ങളെ കൊണ്ട് പീഡിതനായിരുന്ന ആ മഹാബലവാനായ വിരാതൻ കാകുൽസ്ഥം ഏവമുക്ത്വാ, ആ രാമനോട് ഇപ്രകാരം പറഞ്ഞ് ന്യസ്തദേഹഃ, സ്വയം ദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗസംപ്രാപ്തഃ ബഭൂവ, സ്വർഗലോകത്തെ പ്രാപിച്ചവനായി ഭവിച്ചു. തച്ഛ്രുത്വാ രാഘവോ വാക്യം ലക്ഷ്മണം വ്യാധിദേശഃ. ആ രാഘവ രാമൻ തദ് വാക്യം ശ്രുത്വ, അവന്റെ ആ വാക്യത്തെ, അവസാന വാക്യത്തെ കേട്ട് ലക്ഷ്മണം വ്യാധിദേശ, ലക്ഷ്മണനോട് ഇങ്ങനെ ആജ്ഞാപിച്ചു. കുഞ്ചരസ്യേവ രൗദ്രസ്യ രാക്ഷസസ്യാസ്യ ലക്ഷ്മണ വനേസ്മിൻ സുമഹത് ശ്വഭ്രം ഗണ്യതാം രൗദ്രകർമ്മണഃ. ഹേ ലക്ഷ്മണ, രൗദ്രസ്യ രൗദ്രകർമ്മണഃ അസ്യ രാക്ഷസസ്യ, വലിയ ഭയങ്കര കർമ്മങ്ങളെ ചെയ്തവനായ ഈ രാക്ഷസന് അസ്മിൻ വനെ, ഈ വനത്തിൽ കുഞ്ചരസ്യൈവ സുമഹത് ശ്വഭ്രം ഗണ്യതാം, ഒരു ആനയെ പിടിക്കാൻ കുഴി വെട്ടില്ലേ അതുപോലെയുള്ളതായിട്ടുള്ള കുഞ്ചരസ്യൈവ സുമഹത് ശ്വഭ്രം, വലിയതായിട്ടുള്ള ഒരു കുഴി, ശ്വഭ്രം എന്നാൽ കുഴി, ഗണ്യതാം ഗണിക്കപ്പെട്ടാലും നല്ല ആഴത്തിലൊരു കുഴി കുഴിക്കും അവനെ നമുക്കിവിടെ സംസ്കരിക്കാം. ഇത്യുക്ത്വാ ലക്ഷ്മണം രാമഃ പ്രതരഃ ഖന്യതാമിതി തസ്തൗ വിരാതമക്രമ്യ കണ്ഠേ പാദേന വീര്യവാൻ. വീര്യവാൻ രാമഃ ലക്ഷ്മണം ഇതി ഉക്ത്വ, രാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞ് പ്രതരഃ ഖന്യതാം, ആ വലിയ ധരം, പ്രകർഷേണയുള്ള ധരം, പ്രതരം, ധരമെന്നാൽ വലിയ പിളർപ്പ്, ഗ്യാപ്പ്, കുഴി, ഗുഹ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ വലിയ കുഴി അടുത്ത് തന്നെ ഗണിക്കപ്പെട്ടാലും ഇത് വിരാതം കണ്ടേ പാദേനാക്രമ്യതസ്ഥൗ, ആ രാമൻ വിരാതനെ കഴുത്തിൽ കാൽ കൊണ്ട് ചവിട്ടി നിന്നൂന്ന്. ആ എന്താ പറയുക, പ്രാണരോധനം ചെയ്തുകൊണ്ട് അയാളെ മുഴുവനായിട്ട് പ്രാണൻ പോകാൻ വേണ്ടിയുള്ള പണിയായിരിക്കാം. അപ്പൊ കഴുത്തിൽ ചവിട്ടിക്കൊണ്ട് നിന്നു. തദഘനിത്രമാദായ ലക്ഷ്മണഃ സ്വഭ്രമുത്തമം അഘനത് പാർശ്വതസ്തസ്യ വിരാധസ്യ മഹാത്മനഃ. തതഃ ലക്ഷ്മണഃ ഗനിത്രം ആദായ, എവിടുന്നോ ഗനിത്രം സംഘടിപ്പിച്ചു. ഗനിത്രം കുഴിക്കാനുള്ള ആയുധം, പിക്കാസ്, കൈക്കോട്ട്, കടപ്പാറ ഒക്കെ ഗനിത്രങ്ങളാണ്. അപ്പൊ ഗനിത്രം കൊണ്ട്, ആയുധം കൊണ്ട് തസ്യ മഹാത്മനഃ വിരാധസ്യ പാർശ്വതഃ, ആ വലിയ ശരീരത്തോടുകൂടിയ വിരാതന്റെ സമീപത്ത് തന്നെ ഉത്തമം ശുഭ്രം അഘനത്, വലിയതായിട്ടൊരു കുഴിയെ കുഴിച്ചു, ഖനനം ചെയ്തു. തം മുക്തകണ്ഠം നിഷ്പിഷ്യ ശംഖുകർണം മഹാസ്വനം വിരാധം പ്രാക്ഷിപത് സ്വപ്രേ നദന്തം ഭൈരവസ്വനം. മഹാസ്വനം, മുക്തകണ്ഠം, ഭൈരവസ്വനം. ഇവൻ ഇപ്പോഴും ശബ്ദം ഭയങ്കരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആര്? വിരാതൻ. അപ്പൊ വലിയ ശബ്ദത്തില് ഇപ്പൊ തൊണ്ട പൊട്ടുമാറ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഭയങ്കര ശബ്ദത്തോടു കൂടിയവനായ, നിലവിളിക്കുന്നവനായ ശംഖുകർണം തം വിരാതം. ശംഖുകർണം എന്ന് പറഞ്ഞാൽ ചെവികൾ രണ്ടും ശംഖു പോലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ വേദനയോ ഭയമോ എന്തൊക്കെയോ കൊണ്ടുള്ള ഭാവം കൊണ്ട് കുന്തം പോലെ നിൽക്കുന്ന കാതുകൾ, അങ്ങനെയുള്ള കാതുകളോടുകൂടിയ വിരാതനെ സ്വപ്രേ നിഷ്പിഷ്യ, ആ കുഴിയിലേക്ക് ഉരുട്ടിയിട്ടിട്ട് പ്രാക്ഷിപത്, പ്രക്ഷേപിച്ചു, തള്ളിയിട്ടു എന്നർത്ഥം. തമാഹവേ നിർജിതമാശു വിക്രമൗ സ്ഥിരാവുദൗ സ്ഥിരൗ ഉഭൗ സംയതി രാമലക്ഷ്മണൗ മുദാന്വിതൗ ചിക്ഷിപതുർഭയാവഹം നദന്തമുക്ഷിപ്യ ബലേന രാക്ഷസം. സംയതി സ്ഥിരൗ ആശു വിക്രമൗ രാമലക്ഷ്മണൗ ഉഭൗ, യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കുന്നവരായ ആ പരാക്രമശാലികളായിട്ടുള്ള രാമലക്ഷ്മണന്മാർ രണ്ടുപേരും ഭയാവഹം നദന്തം, ഭയങ്കരമായി ശബ്ദിക്കുന്നവനായ ആഹവേ നിർജിതം തം രാക്ഷസം, യുദ്ധത്തിൽ ജയിക്കപ്പെട്ടവനായ, പരാജയപ്പെടുത്തിയ ആ രാക്ഷസനെ ബലേന ഉക്ഷിപ്യ, ഉക്കോടെ എടുത്തെറിഞ്ഞിട്ട് മുദാൻവിതൗ ചിക്ഷിപതുഹു, സന്തോഷത്തോടെ
അവനെ അതിലേക്ക് ക്ഷേപിച്ചു, കുഴിയിലേക്ക് ക്ഷേപിച്ചു. അവദ്യതാം പ്രേക്ഷ്യ മഹാസുരസ്യ തൗ ശിതേന ശസ്ത്രേണ തദാ നരശബൗ സമർത്യ ചാത്യർത്ഥ വിശാരദൗ ഉബൗ ബിലേ വിരാദസ്യ വദം പ്രചക്രതുഹു. അപ്പോ ആ നരശ്രേഷ്ഠന്മാരായ രണ്ടുപേരും അത്യർത്ഥ വിശാരദം, അതിധൈര്യ അർത്ഥവിശാരദന്മാർ, കാര്യപ്രാപ്തിയുള്ളവർ എന്നർത്ഥം. ഏത് കാര്യവും സാധിക്കാൻ സാമർഥ്യമുള്ളവരായിട്ടുള്ള ആ രണ്ടുപേര് രാമലക്ഷ്മണന്മാർ. തഥാ അപ്പോൾ മഹാസുരസ്യ വിരാധസ്യ, ആ വലിയ അസുരനായ വിരാധനെ ശിതേന ശസ്ത്രേണ അവദ്യതാം പ്രേക്ഷ്യ, മൂർച്ചയേറിയ ആയുധങ്ങളെ കൊണ്ടൊന്നും ഇവനെ കൊല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ബിലേ വധം സമർത്ഥ്യ, ഇവന് മാളത്തിലാണ് അഥവാ കുഴിയിലാണ് വധം എന്ന് നിശ്ചയിച്ച് പ്രചക്രതുഹു, അപ്രകാരം രണ്ടുപേരും ചെയ്തു എന്നർത്ഥം. സ്വയം വിരാധേന ഹി മൃത്യുരാത്മനഃ പ്രസഹ്യ രാമേണ വധാർത്ഥമീപ്സിതഃ നിവേദിത കാനനചാരിണാ സ്വയം നമേ വധ ശസ്ത്രകൃതോ ഭവേദിതി. അവൻ രാമേണ സ്വയം വധാർത്ഥം, രാമന്റെ കൈകൊണ്ട് തന്നെ വധിക്കപ്പെടാൻ വേണ്ടിയാണ് കാനനചാരിണ വിരാധേന, ആ വനചാരിയായ വിരാധനാൽ ആത്മനഃ മൃത്യുഹു പ്രസഹ്യ ഈപ്സിതഃ, തന്റെ മരണം അവൻ ആഗ്രഹിച്ചു, നല്ലതുപോലെ ആഗ്രഹിച്ചിരുന്നു രാമന്റെ കൈകൊണ്ട്. അതുകൊണ്ട് തന്നെ അവൻ സ്വയം പറഞ്ഞു, എന്താ, മേ വധഃ ശസ്ത്രകൃതഃ ന ഭവേത്, എന്റെ വധം ആയുധങ്ങളെ കൊണ്ട് ഭവിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചതും. അപ്പൊ ആയുധങ്ങളെ കൊണ്ടല്ല എന്നെ കൊല്ലേണ്ടത്, ഇതുപോലെ കുഴിയിലിട്ട് മൂടിയിട്ടും മറ്റുമാണെന്ന് രാമനെ അറിയിച്ചു. തദേവ രാമേണ നിശമ്യ ഭാഷിതം കൃതാമതിസ്തസ്യ ബിലപ്രവേശനെ ബിലം ച രാമേണ ബലേന രക്ഷസ പ്രവേശ്യമാനേന വനം വിനാദിതം. ആ തദ്ഭാഷിതം നിശമ്യ ഏവ, അവന്റെ ഭാഷിതത്തെ കേട്ടിട്ട് തന്നെയാണ് തസ്യ ബിലപ്രവേശനെ രാമേണ മതിഹീകൃത, അവനെ കുഴിയിലിടാനായിക്കൊണ്ട് രാമൻ നിശ്ചയിച്ചത്. രാമേണ ബലേന ബിലം പ്രവേശ്യമാനേന രക്ഷസ വനം ച വിനാദിതം, രാമനാൽ ബലമായിട്ട് ആ കുഴിയിലേക്ക് പ്രക്ഷേപിക്കപ്പെട്ട ആ രാക്ഷസന്റെ ശബ്ദം ആ വനം മുഴുവൻ മാറ്റൊല്ലിക്കൊണ്ടുപോകുന്ന, അവന്റെ മരണവെപ്രാളത്തിലുള്ള നിലവിളികൾ അവിടെ മുഴുവൻ മുഴങ്ങിയെന്ന മാറ്റൊല്ലിക്കൊണ്ടു. പ്രഹൃഷ്ടരൂപൗ ഇവ രാമലക്ഷ്മണൗ വിരാദം ഉർവ്യാഃ പ്രതരേ നിഹത്യതൗ നന്ദദുർഭീതഭയൗ മഹാവനെ ശിലാഭിർ അന്തർദദുശ്ച രാക്ഷസം. തൗ രാമലക്ഷ്മണൗ വിരാദം ഉർവ്യാഃ പ്രതരേ നിഹത്യ, ആ രാമലക്ഷ്മണന്മാർ രണ്ടുപേരും വിരാതനെ ഭൂമിയുടെ ആ കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് മഹാവനെ ഭീതഭയൗ, ആ വനത്തിൽ ഭയമില്ലാത്തവരായി പ്രഹൃഷ്ടരൂപം ഇവ നന്ദദുഹു, നല്ല ഹർഷമുള്ളവരെ പോലെ നന്ദിച്ചു, ആനന്ദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു. രാക്ഷസം ശിലാഭിഹി അന്തർദദുഹു, ആ രാക്ഷസനെ ശിലകളെ കൊണ്ട് അന്തർദാനം ചെയ്യിപ്പിച്ചു. എന്ന് വെച്ചാലോ, കുറെ കല്ലും മണ്ണും ഒക്കെ മുകളിലിട്ട് മൂടിയിട്ട് മറച്ചിട്ടു എന്നർത്ഥം. തദസ്തു തൗ കാർമുക ഗഡ്ഗധാരിണൗ നിഹത്യ രക്ഷ പരിഗൃഹ്യ മൈഥിലീം വിജഹ്രദുസ്തൗ മുദിതൗ മഹാവനെ ദിവിസ്ഥിതൗ ചന്ദ്രദിവാകരൗ ഇവ. ആ രാമലക്ഷ്മണന്മാർ കാർമുക ഗഡ്ഗധാരിണൗ തൗ, കാർമുകം എന്നാൽ വില്ല്, ഗഡ്ഗം വാള്. അപ്പൊ വില്ലും വാളും എല്ലാം ധരിച്ചവരായിട്ടുള്ള ആ രണ്ടുപേർ രക്ഷ നിഹത്യ, രാക്ഷസനെ വധിച്ച ശേഷം ദിവി ചന്ദ്രദിവാകരൗ ഇവ സ്ഥിതൗ, ആകാശത്തിൽ എങ്ങനെയാണോ സൂര്യചന്ദ്രന്മാർ രണ്ടുപേരും ശോഭിക്കുന്നത് അതുപോലെ ശോഭിച്ചു നിന്നു. രാമൻ ചന്ദ്രനെ പോലെയും ലക്ഷ്മണൻ സൂര്യനെ പോലെയുമാണ് അവരുടെ നിറം കൊണ്ട് ശോഭിക്കുന്നത്. തൗ മൈഥിലീം പരിഗൃഹ്യ, പിന്നീട് അവര് മൈഥിലിയെ സ്വീകരിച്ചുകൊണ്ട് മുദിതൗ മഹാവനെ വിജഹ്രദുഹു, സന്തോഷത്തോടെ ആ വനത്തില് വിഹരിച്ചു. അപ്പോ എന്താ പറയുക, ആകാശത്തോട് ഉപമിച്ചിരിക്കുകയാണ് ആ വനത്തെ. രാമലക്ഷ്മണന്മാരെ സൂര്യചന്ദ്രന്മാരോടും ഉപമിച്ചുകൊണ്ട് ശോഭിച്ചു. അവര് നക്ഷത്രം പോലെയുള്ള സീതയും കൊണ്ട് അല്ലെ വനത്തിലേക്ക് വീണ്ടും വിഹരിക്കുകയാണ് എന്നർത്ഥം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാണ്ഡേ ചതുർത്ഥ സ്കന്ധഃ സർഗഃ. 4ാം സർഗം ഇവിടെ പൂർണ്ണം. ഇനിയാണ് 5ാം സർഗത്തില് ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് രാമലക്ഷ്മണന്മാർ ചെല്ലുന്നു.
ശരഭംഗ മഹർഷിയുടെ സ്വീകരണം ഏറ്റുവാങ്ങി അദ്ദേഹം പിന്നീട് രാമലക്ഷ്മണന്മാർ നോക്കി നിൽക്കെ തന്നെ ശരീരം അഗ്നിയിൽ ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് വേറൊന്നും ലക്ഷ്യമുണ്ടായിരുന്നില്ല. രാമലക്ഷ്മണന്മാരെ കാണണം, ശരീരം ഉപേക്ഷിക്കണം. കൃതകൃത്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വർഗാദി ലോകങ്ങളിലൊന്നും ആഗ്രഹമില്ലാതർത്ഥം. കാരണം അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഇന്ദ്രൻ വിമാനവുമായിട്ട് വന്ന് നിൽപ്പുണ്ട്. ആ ഇന്ദ്രന്റെ വിമാനം തിരസ്കരിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരെ ദർശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ശരഭംഗനാണ്. അപ്പോൾ എത്ര ആ മഹാനാണ്, എത്ര വൈരാഗ്യമാണ് അദ്ദേഹത്തിന്, എന്തൊരു ജ്ഞാനമാണ് ആ മഹാത്മാവിന്റെ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ
സനാതനധർമ്മത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന മോക്ഷമാണ്. അല്ലാതെ സ്വർഗാദി പ്രാപ്തിയല്ല. സ്വർഗത്തെ പ്രാപിച്ച വിരാതന്റെ കഥ പറഞ്ഞു തന്നു അല്ലേ, പതിച്ചത്. സ്വർഗത്തിൽ നിന്നും ഇതുപോലെയൊക്കെയായിട്ട് പതിക്കാം. അപ്പൊ അത് ശാശ്വതമായിട്ടുള്ള ലോകമല്ല. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും മനുഷ്യലോകത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ട ഒരു സുഖഭോഗങ്ങളുടെ ഒരു സ്ഥാനം മാത്രമാണ്, ഒരു താൽക്കാലിക സ്ഥാനം മാത്രമാണ്. നമ്മൾ പുണ്യം സമ്പാദിച്ചാൽ അവിടെ ചെന്ന് കുറച്ച് സുഖിക്കാം, പുണ്യം ക്ഷയിച്ചാൽ താഴേക്ക് പോരാ. പുണ്യം എത്രയുണ്ടെന്ന് അനുസരിച്ചാണ് അവിടുത്തെ സ്ഥാനങ്ങളൊക്കെ. അവിടെയും മത്സരമൊക്കെ ഉണ്ട്, നല്ല ടെൻഷനൊക്കെ ഉണ്ട് അവിടെയും. ഇന്ദ്രപദവി പോലും ഉറപ്പുള്ളതൊന്നുമല്ല. ആ ഇന്ദ്രനും എപ്പോഴും താഴോട്ട് നോക്കിയിരിക്കുകയാണ്, ആരെങ്കിലും 100 അശ്വമേധയാഗം ചെയ്യണ്ടോ എന്ന്. ആരെങ്കിലും ചെയ്യണ്ടെങ്കിൽ തനിക്ക് കോമ്പറ്റീറ്ററായി തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അയാൾ തന്നെ തട്ടിയിട്ടിട്ട് ആ സ്ഥാനത്ത് വരും. അപ്പൊ എപ്പോഴും പേടിയാണ് ഇന്ദ്രനടക്കം. അപ്പൊ മറ്റു ദേവന്മാർക്കും ഒക്കെ അതുപോലെ തന്നെയാണ്, മത്സര ബുദ്ധിയൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ദേവലോകം നമുക്ക് വളരെ ശോഭനമായിട്ടുള്ള ഒരു ലോകമൊന്നുമല്ല. ഭഗവാൻ ഗീതയിൽ അസലായിട്ട് പരിഹസിക്കുന്നുണ്ട് അല്ലേ. എത്ര പ്രാവശ്യമാണ് 2-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഒക്കെ വളരെ വിശദമായിട്ടാണ് അർജുനനോട് പറയുന്നത്, അർജുന നീയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് സ്വർഗമാണ്, വലിയ കേമം എന്നാണ്, അതല്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു മഹാത്മാവിന്റെ കഥയാണ് ഈ ശരഭംഗന്റെ കഥ. ഇന്ദ്രൻ വാഹനവുമായി വിമാനവുമായിട്ട് വന്ന് കൊണ്ടുപോകാൻ വന്നിട്ടും അതിനെ യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇന്ദ്രൻ കാവലിരിക്കുക തന്നെ. രാമലക്ഷ്മണന്മാർ വന്നപ്പോൾ അവരെ സൽക്കരിച്ച് അവരുടെ മുമ്പിൽ വെച്ച് തന്റെ ദേഹത്തെ ഉപേക്ഷിക്കുന്ന ആ മഹാത്മാവിന്റെ ഗതിയാണവിടെ. അത് പഞ്ചമസർഗഃ ഹത്വാ തു തം ഭീമബലം വിരാധം രാക്ഷസം വനേ തദസീതാം പരിഷ്വജ്യ സമാശ്വാസ്യ ച വീര്യവാൻ അബ്രവീത് ലക്ഷ്മണം രാമോ ഭ്രാതരം ദീപ്തതേജസം. വനേ വീര്യവാൻ രാമഃ ഭീമബലം വിരാധം തം രാക്ഷസം ഹത്വാതു. ആ വനത്തിൽ വെച്ച് രാമൻ ഭീമബലവാനായിട്ടുള്ള വിരാധൻ എന്ന രാക്ഷസനെ വധിച്ച ശേഷം തതഃ സീതാം പരിഷ്വജ്യ സമാശ്വാസ്യ. അനന്തരം പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുകയാണ് ആരാ? സീത അല്ലേ. ആ സീതയെ ചെന്ന് ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചു. എന്നിട്ട് ദീപ്ത തേജസം ഭ്രാതരം ലക്ഷ്മണം അബ്രവീത്. ജ്വലിച്ചു നിൽക്കുന്ന തേജസ്സോടുകൂടിയ ലക്ഷ്മണനോട്, സഹോദരനോട് ഇപ്രകാരം പറഞ്ഞു. കഷ്ടം വനമിദം ദുർഗം നചസ്മ വനഗോചരാഃ അഭിഗച്ഛാമഹേ ശീഘ്രം ശരഭംഗം തപോധനം. ഇതം വനം ദുർഗ കഷ്ടം. ഈ വനം വളരെ ദുർഗം എന്ന് പറഞ്ഞാൽ ഗമിക്കാൻ ദുഃഖമുള്ളത്. ദുഃഖേന ഗന്ധും ശക്യമിതി ദുർഗം. ദുർഗമം തന്നെയാണ് ദുർഗം. പ്രവേശിക്കാൻ വളരെ കഷ്ടമായിരിക്കുന്നു, ദുർഘടമായിരിക്കുന്നു. വനഗോചരാഹ നസ്മ. നമ്മളോ വനവാസികളും അല്ല. നമുക്കിതൊക്കെ വല്ല പരിശീലമുണ്ടോ ഈ വനത്തിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് എന്ന് പറയണം. തപോധനം ശരഭംഗം ശീഘ്രം അഭിഗച്ഛാമഹേ. ആ തപോധനനായ ശരഭംഗ മഹർഷിയുടെ അടുത്തേക്ക് നമുക്ക് വേഗം പോകാം. ആശ്രമം ശരഭംഗസ്യ രാഘവോഭിജഗാമഃ തസ്യ ദേവപ്രഭാവസ്യ തപസാ ഭാവിതാത്മനഃ. രാഘവഃ, ആ രാമൻ, തപസാ ഭാവിതാത്മനഃ, തപസ്സുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിച്ചവൻ എന്നർത്ഥം. ഭാവിതാത്മാ എന്ന് പറഞ്ഞാല് ആത്മാവായി ഭവിച്ചവൻ. അങ്ങനെയുള്ള ആ ശരഭംഗ മഹർഷിയുടെ അടുത്ത് ദേവപ്രഭാവസ്യ തസ്യ ശരഭംഗസ്യ ആശ്രമം അഭിജഗാമ. ആ ദേവന്മാരെ പോലെ പ്രഭാവമുള്ളവനായ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഗമിച്ചു. സമീപേ ശരഭംഗസ്യ ദദർശ മഹദദ്ഭുതം വിഭ്രാജമാനം വപുഷാ സൂര്യവൈശ്വാനരോപമം. ശരഭംഗസ്യ സമീപേ സൂര്യവൈശ്വാനരോപമം വപുഷാ മഹദ് വിഭ്രാജമാനം അത്ഭുതം ദദർശ. ആ ശരഭംഗന്റെ സമീപത്തായിട്ട് സൂര്യനും വൈശ്വാനരനും തുല്യമായിട്ടുള്ള, സൂര്യൻ തന്നെ, വൈശ്വാനരൻ അഗ്നി. അപ്പൊ അതുപോലെയുള്ള തേജസ്സുള്ള വപുസ്സോടുകൂടി നന്നായി ശോഭിക്കുന്നവനായ
അത്ഭുതം ദദർശ, അത്ഭുതനെ ദർശിച്ചു. ഇവിടെ അത്ഭുതൻ എന്നത് ഇന്ദ്രന്റെ ഒരു പര്യായ ശബ്ദമാണ്. അത്ഭുതൻ എന്നും ഇന്ദ്രന് പര്യായമുണ്ട്, പേരുണ്ട്. ആ അത്ഭുതനായ പേരോടുകൂടിയ ഇന്ദ്രനെ ദർശിച്ചു. അപ്പൊ ഇന്ദ്രൻ അവിടെ വന്ന് കാവലിരിക്കുകയാണ്. അവരുഹ്യരഥോത്സംഗാത് സകാശേ വിബുധാനുഗം അസംസ്പൃശന്തം വസുധാം ദദർശ വിബുധേശ്വരം സുപ്രഭാഭരണം ദേവം വിരജോംബരധാരിണം തദ്വിധൈരേവ ബഹുഭിഃ പൂജ്യമാനം മഹാത്മഭിഃ. വിബുധേശ്വരം ദേവം എന്ന് പറയുന്നത്, വിബുധേശ്വരൻ വിബുധന്മാരുടെ ഈശ്വരൻ, വിബുധന്മാര് ദേവന്മാര്. അപ്പൊ ദേവന്മാരുടെ ഈശ്വരനായ നാഥനായ ദേവേന്ദ്രനാണിത്. രഥോത്സംഗാത് അവരുഹ്യ, അദ്ദേഹത്തിന്റെ വന്നിരിക്കുന്ന രഥത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വസുധാം അസംസ്പൃശന്തം, എന്നാൽ ദേവന്മാരെങ്ങനെയാ ഭൂമിയെ തൊടാതെയാ നിൽക്കുക. വസുധയെ അസംസ്പൃശന്തം, സ്പർശിക്കാതെ നിൽക്കുന്നവനായിട്ട്, ഭൂമിക്ക് ഉപരി നിൽക്കുന്നവനായിട്ട്. വിബുധാനുഗം സുപ്രഭാഭരണം, വിബുധന്മാരെ ദേവന്മാരെ അനുഗാമികളായിട്ടുണ്ട്, കൂടെ സേവിക്കാനുണ്ട്. നല്ല പ്രകാശിക്കുന്ന ആഭരണങ്ങളോട് കൂടിയവനായിട്ട്. വിരജോംബരധാരിണം, നല്ല വസ്ത്രങ്ങൾ, നിർമ്മലങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. തദ്വിധൈഹി ബഹുഭിഹി മഹാത്മഭിഹി ഏവ സകാശേ പൂജ്യമാനം, അതുപോലെയുള്ള അനേക ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ച മഹാത്മാക്കളായ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവനായി സേവിക്കപ്പെടുന്നവനായിട്ട് ദദർശ. അപ്പൊ ഇന്ദ്രൻ തന്റെ ഗണങ്ങളോട് കൂടിയിട്ടാ വന്നിരിക്കുന്നത്. അവരൊക്കെ ഇദ്ദേഹത്തെ സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. ഹരിഭിർവാജിഭിർയുക്തം അന്തരിക്ഷഗതം രഥം ദദർശാദൂരതസ്തസ്യ തരുണാദിത്യ സന്നിഭം. ആ രാമലക്ഷ്മണന്മാർ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തസ്യ അദൂരതഃ, ആ ഇന്ദ്രന്റെ സമീപത്തായിട്ട് തന്നെ, ദൂരത്തല്ലാതെ, ഹരിഭിഹി വാജിഭിഹി യുക്തം, പ്രത്യേകമായിട്ടുള്ള കുതിരകൾ, വാജികൾ, ഹരികൾ ആയിട്ടുള്ള വാജികളാണ്. ഹരി എന്നാൽ ഇവിടെ പ്രത്യേക തരത്തിലുള്ള കുതിരകളാണ്. ഇന്ദ്രന്റെ കുതിരകൾ പച്ച നിറത്തിലുള്ള കുതിരകളാണ്. അപ്പൊ ആ കുതിരകളെ കൊണ്ട് ചേർന്നിരിക്കുന്നത് തരുണാദിത്യ സന്നിഭം, നല്ല ഉദിച്ചുയർന്ന സൂര്യനെ പോലെയുള്ള രഥം. ആ ഇന്ദ്രൻ വന്നിരിക്കുന്ന രഥം അന്തരിക്ഷഗതം, ആകാശത്തിൽ നിൽക്കുന്നതായിട്ട് ദദർശ എന്ന് പറയാം. അവിടെ താഴേക്ക് കുറച്ച് താഴ്ന്നു നിൽപ്പുണ്ട്. അത് കണ്ടു രാമൻ. പാണ്ഡുരാബ്ര ഗണപ്രഖ്യം ചന്ദ്രമണ്ഡല സന്നിഭം അപശ്യത് വിമലം ഛത്രം ചിത്രമാല്യോപശോഭിതം. പാണ്ഡുരാബ്ര ഗണപ്രഖ്യം ചന്ദ്രമണ്ഡല സന്നിഭം ചിത്രമാല്യോപശോഭിതം വിമലം ഛത്രം അപശ്യത. അപ്പൊ മുകളിൽ പൊങ്ങി നിൽക്കുന്ന രഥം കണ്ടു. പിന്നെ ഇന്ദ്രന്റെ വെൺകൊറ്റ കുട ഛത്രം, അതെങ്ങനെയുള്ളത്? പാണ്ഡുര അബ്രഗണപ്രഖ്യം, നല്ല വെളുത്ത മേഘത്തിന് തുല്യം എന്നർത്ഥം. വെൺമേഘതുല്യമായിരിക്കുന്നതും ചന്ദ്രമണ്ഡല സന്നിഭം, ചന്ദ്രന്റെ പൂർണ്ണചന്ദ്രന്റെ വൃത്താകാരമായിട്ടുള്ള ശോഭയോട് കൂടിയതും. ചിത്രമാല്യോപശോഭിതം, മനോഹരങ്ങളായ പുഷ്പങ്ങളും മുത്തുമാലകളും ഒക്കെ ശോഭിക്കുന്നതായിട്ടുള്ള നിർമ്മലമായ ആ ഛത്രത്തെ കാണുകയാണ്. അപ്പൊ ദൂരത്തുനിന്ന് കാണുമ്പോൾ ആദ്യം മുകളിലുള്ളതാണ് കാണുക, അല്ലെ? അപ്പൊ ഛത്രം ദർശിച്ചു. ചാമരവ്യജനേ ചാഗ്രിയേ രുക്മദണ്ഡേ മഹാധനേ ഗൃഹീതേ വരനാരീഭ്യാം ധൂയമാനേ ച മൂർധനീ. വരനാരീഭ്യാം അഗ്രിയേ രുക്മദണ്ഡേ മഹാധനേ ചാമരവ്യജനേ ച മൂർധനി ഗൃഹീതേ ധൂയമാനേ. ആ ഇന്ദ്രന്റെ രണ്ടു വശത്തും രണ്ട് സ്ത്രീകൾ, അപ്സര സ്ത്രീകളിൽ നിന്ന് ചാമരവും വ്യജനവും വീശുന്നുണ്ട്. ചാമരം എന്ന് പറഞ്ഞാൽ വെൺചാമരം. ചമരി എന്ന മൃഗത്തിന്റെ രോമങ്ങളിൽ കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് അതിന് യാക്ക് എന്ന് പറയുന്നത് നമ്മൾ, അതാണ് ചമരി മൃഗം. അതിന്റെ രോമം കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചാമരം എന്ന് പേര്. അപ്പൊ വെൺചാമരം, വെളുത്ത ചാമരവും. വ്യജനം എന്നുള്ളത് വീശറിയാണ്. ഇവിടെ ആലവട്ടം, മയിൽപീലി കൊണ്ട് കെട്ടുന്നതാണ് ഈ ആലവട്ടം എന്ന വ്യജനം. അപ്പൊ അതുകൊണ്ട് വീശുന്നുണ്ട്. വരനാരികളാണ് വീശുന്നത്. അത് അഗ്ര്യങ്ങള്, ശ്രേഷ്ഠങ്ങളായ സ്വർണ്ണ പിടിയുള്ളത്. രുക്മദണ്ഡേ മഹാധനെ, വിലയേറിയതായിട്ടുള്ള ചാമര വ്യജനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശിരസിന്റെ നേരെ ഗ്രഹിച്ച് ദൂയമാനെ വീശിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഗന്ധർവാമരസിദ്ധാശ്ച ബഹവഃ പരമർഷയഃ അന്തരിക്ഷഗതം ദേവം വാഗ്ഭിർ അഗ്ര്യാഭിർ ഈഡിരേ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള ഗന്ധർവന്മാര്, അമരന്മാര്, സിദ്ധന്മാര്, അതുപോലെ ഋഷിശ്രേഷ്ഠന്മാരായിട്ടുള്ള ബഹു ആളുകളെല്ലാം
ആകാശത്ത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ദേവനായ ഇന്ദ്രനെ അഗ്രിയാഭിഹി വാഗ്ഭിഹി ശ്രേഷ്ഠങ്ങളായ വാക്കുകളെ കൊണ്ട് സ്തുതിച്ചു. അപ്പൊ ഇന്ദ്രൻ അത്രയും കേമനാണ്, സ്തുത്യർഹനാണ്. ഇത്രയും ആലവാലങ്ങളോട് കൂടിയിട്ടാണ് ആള് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ദ്രനെ എല്ലാവരും സ്തുതിക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് ഒരു മൈൻഡും ഇല്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ടാണത്. സഹസംഭാഷമാണേ തു ശരഭംഗേണ വാസവേ ദൃഷ്ട്വാ ശതക്രതും തത്ര രാമോ ലക്ഷ്മണമബ്രവീത് രാമോദ രഥമുദ്ദിശ്യ ലക്ഷ്മണായ പ്രദർശയന്. അപ്പൊ രാമ ശരഭംഗേണ സഹ വാസവേ സംഭാഷമാണേതു. രാമൻ ദൂരത്ത് നിന്ന് കാണുന്നു, എന്താ, ശരഭംഗനോടുകൂടെ ഈ ഇന്ദ്രൻ സംഭാഷണം ചെയ്യുന്നു. അങ്ങനെ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശതക്രതും തത്ര ദൃഷ്ട്വ, ആ ഇന്ദ്രനിലിരുന്ന, ഇന്ദ്രനെയാണ് ശതക്രതു എന്ന് പറയുന്നത്, ശക്രൻ എന്നും ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ്. ആ ദിക്കിൽ നിന്ന് കണ്ടിട്ട് രഥം ഉദ്ദിശ്യ, ആ രഥത്തെക്കുറിച്ചും ലക്ഷ്മണായ പ്രദർശയന്, ലക്ഷ്മണന് കാണിച്ചു കൊടുത്തുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ അബ്രവീത് പറഞ്ഞു. അർച്ചിഷ്മന്ദം ശ്രിയാജുഷ്ടം അദ്ഭുതം പശ്യ ലക്ഷ്മണ പ്രതപന്തം ഇവാദിത്യം അന്തരീക്ഷഗതം രഥം. ആ രഥത്തിന്റെ മഹാത്മ്യത്തെ പറയുന്ന രാമൻ, ലക്ഷ്മണ, അർച്ചിഷ്മന്ദം, നല്ല അർച്ചിസ്സോട് കൂടിയത്, കാന്തി കിരണങ്ങളോട് കൂടിയത്, ശ്രിയാജുഷ്ടം, അത്യന്തം ശോഭയുള്ളതും, അത്ഭുതം, ആശ്ചര്യകരമായതും, ആദിത്യമിവ പ്രതപന്തം, സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും, അന്തരീക്ഷഗതം, ആകാശത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള രഥം പശ്യ, ആ രഥത്തെ കാണൂ. യേ ഹയാഹ പുരുഹൂതസ്യ പുരാ ചക്രസ്യ നശ്രുതാഹ അന്തരീക്ഷഗതാ ദിവ്യാഹ തൈമേ ഹരയോ ധ്രുവം. പുരുഹൂതസ്യ ചക്രസ്യ ഹയാഹ യേ. പുരുഹൂതൻ എന്നത് ഇന്ദ്രന്റെ മറ്റൊരു പര്യായമാണ്. പുരു എന്ന് പറഞ്ഞാൽ ബഹു, നല്ലോണം, ഹൂതം ഹോമിച്ചവൻ എന്ന് പറഞ്ഞാലോ 100 അശ്വമേധയാഗം ചെയ്താലേ ഇന്ദ്രപദവിയിലേക്ക് എലിജിബിൾ ആവുള്ളൂ. ഇന്ദ്രനാവാനുള്ള എലിജിബിലിറ്റി മിനിമം യോഗ്യത എന്താന്ന് പറഞ്ഞാല് ശതക്രതു ആവണം, 100 അശ്വമേധയാഗം ചെയ്യണം. അതാണ് പുരുഹൂതൻ എന്ന് കൂടി അദ്ദേഹത്തിന്റെ പേര്. നല്ലോണം ഹോമിച്ചവൻ, വലിയ യാഗങ്ങൾ ചെയ്തവൻ. അങ്ങനെയുള്ള ആ അദ്ദേഹത്തിന്റെ പുരുഹൂതസ്യ ചക്രസ്യ ഹയാഹ, കുതിരകളെന്ന്, ഏ നഹ പുരാശ്രുതാഹ, ഏതൊന്നിനെ കുറിച്ചാണോ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത്, ദിവ്യാഹ തേ ഹരയഹ, ആ ദിവ്യങ്ങളായ അതേ കുതിരകൾ തന്നെയാണ് അന്തരീക്ഷഗതാഹ ഇമേ ധ്രുവം. ആ അന്തരീക്ഷത്തിൽ രഥത്തോട് ചേർന്ന് നിൽക്കുന്നില്ലേ, തീർച്ച ആ ഹരികൾ എന്ന കുതിരകൾ തന്നെയാണവ. ഇമേ ച പുരുഷവ്യാഗ്ര യേ തിഷ്ടന്ത്യപിതോ രഥം ശതം ശതം കുണ്ടലിനോ യുവാന ഗഡ്ഗപാണയഃ വിസ്തീർണ വിപുലോരസ്കാഹ പരിഗായതബാഹവഃ. യേ പുരുഷവ്യാഗ്രാഹ കുണ്ടലിനഃ ഗഡ്ഗപാണയഃ. അവിടെ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള പുരുഷവ്യാഗ്രന്മാരില്ലേ, നരോത്തമന്മാരില്ലേ, അല്ലെങ്കിൽ പുരുഷശ്രേഷ്ഠന്മാരില്ലേ, കുണ്ടലങ്ങൾ അണിഞ്ഞവരും വലിയ വാളുകൾ കയ്യിൽ ധരിച്ചവരും, വിസ്തീർണ വിപുലോരസ്കാഹ, വിരിഞ്ഞ മാറിടത്തോടു കൂടിയവരുമായിട്ട്, പരിഗായത ബാഹവ, പരിഗം പോലെ ആയുധങ്ങളായ ബാഹുക്കളോട് കൂടിയവർ എന്ന് വെച്ചാൽ വലിയ ഇരുമ്പുലയ്ക്ക പോലെ നീണ്ടിരിക്കുന്ന കൈകളോട് കൂടിയവരുമായിരിക്കുന്ന ആ ആളുകള് അഭിതഃ ശതം ശതം തിഷ്ടന്തി, ചുറ്റും 100 കണക്കിനാണ് നിൽക്കുന്നത്. ഇമേച്ച യുവാനഃ, അവരെല്ലാം എന്നും നശിക്കാത്ത യൗവനത്തോടു കൂടിയവരാണ് എന്നർത്ഥം. ആരായി എന്നും നശിക്കാത്ത യൗവനമുള്ളവര്? ദേവന്മാരുടെ പര്യായമാണ് അല്ലേ. അവരെന്നും 3ാമത്തെ അവസ്ഥ മാത്രമുള്ളവർ ആയതുകൊണ്ട് ത്രിദശന്മാരെന്ന് ദേവന്മാർക്ക് പര്യായം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് 4 ദശകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു മനുഷ്യ ആയുസ്സിനെ. അപ്പൊ അതിൽ 3ാമത്തെ ദശയാണ് യൗവനം. ആ യൗവനം പെർമനന്റ് ആയിരിക്കുന്നവരായതുകൊണ്ടാണ് അവർക്ക് ബാല്യവും കൗമാരവും ഇല്ല, വാർദ്ധക്യവും ഇല്ല. പെർമനന്റ് ത്രിദശന്മാരാണ് അവർ, 3ാമത്തെ ദശയോടുകൂടിയവർ. യൗവനയുക്തന്മാരാണ്, നിത്യ യൗവന യുക്തന്മാരാണ്. അതാണ് അവരെ സൂചിപ്പിച്ച് യുവാന, ആ യുവാക്കളായി ദേവന്മാരായി നിൽക്കുന്നവര്. ശോണാം ശുവാസൻ വസനാ സർവേ വ്യാഗ്രായിവ ദുരാസദഃ ഉരോദേശേഷു സർവേഷാം ഹാരാജ്വലന സന്നിഭാഃ രൂപം ബിഭ്രതി സൗമിത്രേ 25 വാർഷികം.
ഹേ സൗമിത്രേ സർവേ ശോണാംശുവസനാഹ, എല്ലാവരും ചുവന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വ്യാഘ്രാഹ ഇവ ദുരാസദാഹ, പുലികളെ പോലെ അവരുടെ അടുത്തേക്ക് പ്രവേശിക്കാൻ ആർക്കും സാധിക്കില്ല, അത്ര പരാക്രമികളാണ്. സർവേഷാം ഉരോദേശേഷു ജ്വലന സന്നിഭാഹ ഹാരാഹ, എല്ലാവരുടെയും മാറില് ഉരോദേശം എന്ന് പറഞ്ഞാൽ ഉരസ്, അവിടെ അഗ്നി പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള മാലകളുണ്ട്. 25 വാർഷികം രൂപം വിപ്രതി, എല്ലാവരും 25 വയസ്സ് പ്രായം ധരിച്ചിരിക്കുന്നു. എല്ലാവരും നല്ല യൗവനയുക്തന്മാരാണെന്ന് താല്പര്യം. ഏതദ്ധിഖില ദേവാനാം വയോ ഭവതി നിത്യത യഥേ മേ പുരുഷ വ്യാഘ്രാ ദൃശ്യന്തേ പ്രിയദർശനാഃ. ഇമേ പ്രിയദർശനാഃ പുരുഷവ്യാഘ്രാഃ യഥാ ദൃശ്യന്തേ, ഈ പുരുഷശ്രേഷ്ഠന്മാരായിരിക്കുന്നവർ പ്രിയദർശനന്മാരായി എപ്രകാരം കാണപ്പെടുന്നുവോ, ഏതധി ദേവാനാം നിത്യതാ വയഃ ഭവതി കില, ഇതുതന്നെയാണത്രേ ദേവന്മാരുടെ വയസ്സ് എപ്പോഴും ഭവിക്കുന്നത്. അവരെന്നും ഇങ്ങനെ തന്നെയാണെന്ന് പറയണം, എന്നും യൗവനയുക്തന്മാരാണ്. ഇഹൈവ സഹ വൈദേഹ്യ മുഹൂർത്തം തിഷ്ഠ ലക്ഷ്മണ യാവജ്ജാനാമ്യഹം വ്യക്തം കയേഷ ദ്യുതിമാൻ രഥേ. ഹേ ലക്ഷ്മണ, രഥേ ദ്യുതിമാൻ ഏഷഃ കഃ വ്യക്തം അഹം ജാനാമി യാവത്. അല്ലയോ ലക്ഷ്മണ, ആ രഥത്തിലുള്ള ശോഭിക്കുന്ന തേജോമയനായിട്ടുള്ള ഇവൻ നിൽക്കുന്നവൻ കഹ, ആരാണ് എന്ന് വ്യക്തം അഹം യാവജ്ജാനാമി, വ്യക്തമായിട്ട് ഞാൻ അറിയുന്നത് വരെ. വൈദേഹ്യ സഹ ഇഹ ഏവ മുഹൂർത്തം തിഷ്ഠ, വൈദേഹിയോടുകൂടെ കുറച്ചു നേരം ഇവിടെ തന്നെ നിൽക്ക്, അപ്പൊ ഞാനൊന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് രാമൻ പറയണം. രാമന് ഇത് ഇന്ദ്രൻ തന്നെയാണെന്ന് ഊഹമുണ്ട്, കൺഫേം ചെയ്യണമല്ലോ. അപ്പൊ അതിന് കൺഫേം ചെയ്ത് അതുവരേക്ക് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. തമേവം ഉക്ത്വാ സൗമിത്രിം ഇഹൈവ സ്ഥിയതാമിതി അഭിചക്രാമ കാകുൽസ്ഥഃ ശരഭംഗാശ്രമം പ്രതി. ആ കാകുൽസ്ഥനായ രാമൻ ഇഹയേവ സ്ഥിയതാമിതി ഏവം തം സൗമിത്രിം ഉക്ത്വ, ഇവിടെ തന്നെ നിന്നാലും എന്ന് സൗമിത്രിയോട് ഇപ്രകാരം പറഞ്ഞിട്ട് ശരഭംഗാശ്രമം പ്രതി അഭിചക്രാമ, ശരഭംഗാശ്രമത്തിന്റെ നേർക്ക് അഭിക്രമിച്ചു. അഭിക്രമിക്കുക, നേർക്ക് ചെല്ലുക. തദസ്സമഭിഗച്ഛന്തം പ്രേക്ഷ്യ രാമം ശചീപതി ശരഭംഗമനുജ്ഞാപ്യ വിബുധാൻ ഇതമബ്രവീത്. ആ ശചീപതി എന്ന് പറഞ്ഞാൽ സജി എന്നത് ഇന്ദ്രന്റെ ഭാര്യയുടെ പേരാണ്. അപ്പൊ ശചീപതി ഇന്ദ്രൻ എന്നർത്ഥം. സമഭിഗച്ഛന്തം രാമം പ്രേക്ഷ്യ, തന്റെ നേരെ വരുന്നതായിട്ടുള്ള രാമനെ കണ്ടിട്ട് തതഃ ശരഭംഗമനുജ്ഞാപ്യ, അപ്പൊ തന്നെ അദ്ദേഹം ശരഭംഗ മഹർഷിയോട് യാത്ര ചോദിച്ചിട്ട്, അപ്പൊ രാമനെ കാണാൻ പേടിയുണ്ട് തോന്നും ഇന്ദ്രന്, വേഗം യാത്ര ചോദിച്ചിട്ട് വിബുധാനിതമബ്രവീത്, ദേവന്മാരെ നോക്കി പ്രകാരം പറഞ്ഞു. ഇഹോപയാത്യസൗ രാമോ യാവന്മാം നാഭിഭാഷത്തെ നിഷ്ഠാം നയതു താവത്തു തതോ മാം ദ്രഷ്ടുമർഹതി. രാമഃ അസൗ ഇഹ ഉപയാതി, അതാ ശ്രീരാമൻ ഇങ്ങോട്ട് വരുന്നു. മാം അഭിഭാഷത്തെ ന യാവത് താവത് നിഷ്ഠാം നയതു തതഃ തു മാം ദ്രഷ്ടും അർഹതി. അപ്പോ മാം അഭിഭാഷത്തെ ന യാവത്, എന്നോട് നേരിട്ട് സംസാരിക്കാതിരിക്കുന്നത് ഏതുവരെയോ, താവത് നിഷ്ഠാം നയതു, അതുവരേക്ക് അദ്ദേഹത്തിന്റെ ആ നിഷ്ഠയെ, അവതാര ലക്ഷ്യത്തെ അദ്ദേഹം നയിക്കട്ടെ. തതഃ തു മാം ദ്രഷ്ടുമർഹതി, അതിനുശേഷം എന്നെ കണ്ടാ മതി. അപ്പൊ ഇടയ്ക്ക് നമ്മളെ കാണണ്ട എന്നുള്ളതാണ് ഇന്ദ്രന്റെ ഉദ്ദേശ്യം. രാമന്റെ അവതാര ദൗത്യം കഴിഞ്ഞ് രാവണ നിഗ്രഹമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെന്ന് കാണാം, അതുവരേക്ക് എന്നെ കാണേണ്ടതില്ല എന്ന് ഇന്ദ്രൻ പറയണം. ജിതവന്തം കൃതാർത്ഥം ച ദ്രഷ്ടാഹം അജിരാദിമം കർമ്മഹ്യനേന കർത്തവ്യം മഹദന്യൈ സുദുഷ്കരം താവദ്ഗച്ഛാമഹേ ശീഘ്രം യാവന്മാം നാഭിഭാഷതേ. ഈ അന്യൈഃ സുദുഷ്കരം മഹത്കർമ്മ അനേന കർത്തവ്യം, അന്യന്മാരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള മഹത്തായ കർമ്മം ഇവനെ കൊണ്ട് ചെയ്യേണ്ടതുണ്ട്. കൃതാർത്ഥം ജിതവന്തം ഇമം അജിരാദഹം ദ്രഷ്ട, ആ കർമ്മങ്ങള് ചെയ്ത് കൃതാർത്ഥനായിരിക്കുന്ന, അർത്ഥങ്ങളെല്ലാം ചെയ്തവനായിരിക്കുന്ന ജിതവന്തം വിജയിയായി വർത്തിക്കുന്ന ഇമം ഇവനെ, ഈ രാമനെ അജിരാദഹം ദ്രഷ്ട, താമസിയാതെ ഞാൻ കാണും.
മാം യാവത് അഭിഭാഷത്തെ ന താവത് ശീഘ്രം ഗച്ഛാമഹേ. ഇദ്ദേഹം എന്നോട് സംസാരിക്കാതിരിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വേഗം പോകാം. അപ്പൊ എന്നെ കാണണ്ട, എന്നോട് സംസാരിക്കണ്ട, നമുക്കിപ്പോ അദ്ദേഹമായിട്ട് ഒരു ബന്ധമില്ല എന്ന മട്ടില് അവിടുന്ന് ഇന്ദ്രൻ വേഗം പിന്മാറുകയാണ്. ഇതി വജ്രീതമാമന്ത്രിയ മാനയിത്വാ ച താപസം രഥേന ഹരിയുക്തേന യയൗ ദിവം അരിന്ദമഃ. അരിന്ദമഃ വജ്രീ. വജ്രീ എന്ന് പറഞ്ഞാൽ വജ്രമായുധമായിട്ടുള്ളവനാണ് ഇന്ദ്രൻ. അരിന്ദമൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ അടക്കുന്നവൻ, ദമിപ്പിക്കുന്നവൻ. ആ തം താപസം ഇതി ആമന്ത്രിയ. ആ താപസനായ ശരഭംഗ മഹർഷിയോട് ഇപ്രകാരം യാത്ര ചോദിച്ച് മാനയിത്വ, അദ്ദേഹത്തെ മാനിച്ച് നമസ്കാരാദികൾ ചെയ്ത് ഹരിയുക്തേന രഥേന ദിവം ജയൗ, തന്റെ ഹരികൾ എന്നു പേരുള്ള ആ പച്ച നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ രഥം കൊണ്ട് അദ്ദേഹം ദേവലോകത്തേക്ക് തിരിച്ചുപോയി. പ്രയാദേതു സഹസ്രാക്ഷേ രാഘവ സപരിശ്ചദഃ അഗ്നിഹോത്രമുപാസീനം ശരഭംഗം ഉപാഗമത്. ആ സഹസ്രാക്ഷേ പ്രയാദേതു. സഹസ്രാക്ഷനാണ് ഇന്ദ്രൻ. ഇന്ദ്രന് 1000 കണ്ണുകൾ ഉണ്ട് ഗൗതമ മഹർഷിയുടെ ശാപം കൊണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള 1000 കണ്ണുകളുള്ള ഇന്ദ്രൻ പ്രയാണം ചെയ്തപ്പോൾ സപരിച്ഛദഃ രാഘവ. ഇനിയിപ്പോ ലക്ഷ്മണനും സീതയും മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അവരെയും കൂട്ടി എന്നർത്ഥം. സപരിച്ഛദഃ എന്ന് പറഞ്ഞാൽ സപരിവാരഃ. ആ സപരിവാരനായ രാമൻ അഗ്നിഹോത്രം ഉപാസീനം ശരഭംഗം ഉപാഗമത്. അഗ്നിഹോത്രശാലയിൽ ഇരിക്കുന്നവനായ ശരഭംഗ മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു, ഉപഗമിച്ചു. തസ്യ പാദൗ ച സംഗൃഹ്യ രാമഃ സീതാ ച ലക്ഷ്മണഃ നിഷേധുഃ സമനുജ്ഞാതാ ലബ്ധവാസാ നിമന്ത്രിതാഃ. അപ്പൊ രാമഃ ലക്ഷ്മണഃ സീതാ ച തസ്യ പാദൗ സംഗൃഹ്യ, ആ ശരഭംഗ മഹർഷിയുടെ പാദങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് നിമന്ത്രിതാഹ, അവരാൽ എതിരേൽക്കപ്പെട്ട് സമനുജ്ഞാതാഹ, അനുജ്ഞ സ്വാഗതം നൽകപ്പെട്ടവനായിട്ട് ലബ്ധവാസാഹ നിഷേധുഹു, വാസസ്ഥാനം ലഭിച്ചവരായിട്ട് അഥവാ ഇരിക്കാനുള്ള ഇരിപ്പിടം നൽകിയവനായിട്ട് കിട്ടപ്പെട്ടവനായിട്ട് രാമനും ലക്ഷ്മണനും സീതയും ഇരുന്നു, അടുത്തിരുന്നു എന്നർത്ഥം. തദശക്രോപയാനം തൂ പര്യപൃച്ഛത് സ രാഘവഃ ശരഭംഗശ്ച തത്സർവം രാഘവായ നിവേദയത്. അപ്പൊ രാഘവൻ തതഃ ശക്ര ഉപയാനം പര്യപൃച്ഛത്, ഇന്ദ്രന്റെ ഉപയാനം എന്തിനാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്, സമീപിച്ചത് എന്നതിനെ കുറിച്ച് ചോദിച്ചു. ആരാണ് വന്നത്? ഇന്ദ്രനാണല്ലേ, എന്താ കാര്യം എന്ന് ചോദിച്ചു എന്നർത്ഥം. ശരഭംഗ തത്സർവം രാഘവായ നിവേദയത്, ശരഭംഗനാകട്ടെ ആ കാര്യം മുഴുവൻ രാമനോട് നിവേദിച്ചു, എന്താ വന്ന കാര്യം എന്നൊക്കെ. മാമേഷ വരദോ രാമ ബ്രഹ്മലോകം നിനീഷതി ജിതം ഉഗ്രേണ തപസാ ദുഷ്പ്രാപം അകൃതാത്മഭിഃ. ഹേ രാമ, വരദഃ യേശഃ, ആ വരദാന തൽപരനായ യേശഃ ഇന്ദ്രഃ നർത്തമായ ഇന്ദ്രൻ അകൃതാത്മഭിഃ ദുഷ്പ്രാപം, ഇന്ദ്രിയ നിയന്ത്രണവും മനോനിയന്ത്രണവും ഇല്ലാത്ത, തപസ്സില്ലാത്ത, ആത്മനിയന്ത്രണമില്ലാത്തവർക്ക് പ്രാപിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഉഗ്രേണ തപസാജിതം ബ്രഹ്മലോകം മാം നിനീഷതി, ഉഗ്ര തപസ്സുകൊണ്ട് ഞാൻ ജയിച്ചതായിട്ടുള്ള ബ്രഹ്മലോകത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിനീഷതി എന്ന് പറഞ്ഞാൽ നയിതും ഇച്ഛതി, എന്നെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അഹം ജ്ഞാത്വാ നരവ്യാഗ്ര വർത്തമാനം അദൂരതഃ ബ്രഹ്മലോകം ന ഗച്ഛാമി ത്വാം അദൃഷ്ട്വാ പ്രിയാതിഥിം. ഹേ നരവ്യാഗ്ര, നരശ്രേഷ്ഠനായ രാമ, അഹം ത്വാം അദൂരതഃ വർത്തമാനം ജ്ഞാത്വാ, ഞാൻ അറിഞ്ഞു അങ്ങ് എന്റെ അധികം ദൂരത്തല്ലാതെ വർത്തിക്കുന്നുണ്ട് എന്ന്, എന്നെ സമീപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ത്രികാലജ്ഞാനികളാണ് മഹാത്മാക്കൾ, അവർക്കറിയാം. അപ്പൊ പ്രിയാതിഥിം അദൃഷ്ട്വാ ബ്രഹ്മലോകം ന ഗച്ഛാമി, പ്രിയനായ അതിഥിയായ അങ്ങയെ കാണാതെ ഞാൻ ബ്രഹ്മലോകത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ നോക്കൂ, ബ്രഹ്മലോകം പോലും രാമനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ശരഭംഗന്റെ ആ ഭാവം എന്ന് പറയാം. രാമനെ കാണുന്നതിലും വലുതല്ല ബ്രഹ്മലോക പ്രാപ്തി. അപ്പൊ ബ്രഹ്മലോകം പോലും ഉപേക്ഷിച്ച് രാമനെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇന്ദ്രലോക ദേവലോകം പോലും അല്ല, ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർവുള്ള ലോകമാണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള. പിന്നീട് അവിടുന്നാണ് ബ്രഹ്മാവിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷ പദവിയിലേക്ക് പോവുക.
അപ്പോൾ എന്താ പറയുക, ഈ ബ്രഹ്മാണ്ടത്തിൽ പ്രാപിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഉന്നതമായ പദവിയാണ് ബ്രഹ്മലോക പ്രാപ്തി. ആ ബ്രഹ്മലോക പ്രാപ്തി പോലും തുച്ഛമായി കാണുന്നു ഈ മഹാത്മാവ്. ഇത് എന്താ പറയുക, തൈത്തിരീയ ഉപനിഷത്തിൽ ആനന്ദമീമാംസ എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അറിയാം. ഒരു ശ്രോത്രിയനും അകാമഹതനുമായിട്ടുള്ളൊരു മഹാപുരുഷൻ, ശ്രോത്രിയൻ എന്നാൽ വേണ്ടതുപോലെ ശാസ്ത്രങ്ങളൊക്കെ ശ്രവിച്ച് പഠിച്ച് ആ ആത്മജ്ഞാനം നേടി കാമത്താൽ ഹനിക്കപ്പെടാതെ ആ മുക്തനായി തീർന്ന ഒരു മഹാത്മാവിന്റെ ആനന്ദം എന്ന് പറയുന്നത്, അത് എന്താ പറയുക, ഇന്ദ്രന്റെ ആനന്ദത്തെക്കാൾ, ബൃഹസ്പതിയുടെ ആനന്ദത്തെക്കാൾ, പ്രജാപതികളുടെ ആനന്ദത്തെക്കാൾ, ബ്രഹ്മദേവന്റെ ആനന്ദത്തെക്കാൾ 100 ഇരട്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ ആനന്ദമാണ് ഒരു ആത്മജ്ഞാനി അനുഭവിക്കുന്നത്. ബ്രഹ്മാവ് പോലും അതിന്റെ ലേശലേശതഃ എന്നാ പറയുന്നത്. ശങ്കരാചാര്യരുടെ മനീഷാ പഞ്ചകത്തിൽ പറയും, ലേശലേശതഃ ഇമേ ബ്രഹ്മാദയോ നിർവൃതാഹ. ഏതൊരു ആനന്ദത്തിന്റെ ലേശലേശം കൊണ്ടാണ് ബ്രഹ്മാദികൾ പോലും നിർവൃതരായിരിക്കുന്നത് എന്ന്. അപ്പൊ അങ്ങനെയുള്ളൊരു ആനന്ദമാണ് ഒരു ആത്മജ്ഞാനി അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രലോകമോ ബ്രഹ്മലോകമോ ഒക്കെ ഒരു ആത്മജ്ഞാനിക്ക് തുച്ഛമാണ് എന്ന് സൂചിപ്പിക്കണം. അപ്പോൾ അങ്ങ് പ്രിയ അതിഥിയായി വരുന്നുണ്ട് എന്നറിഞ്ഞ് ഞാൻ കാത്തിരിക്കുകയാണ്. ത്വയാഹം പുരുഷവ്യാഗ്ര ധാർമ്മികേണ മഹാത്മന സമാഗമ്യ ഗമിഷ്യാമി ത്രിദിവം ദേവസേവിതം. ഹേ പുരുഷവ്യാഗ്ര, ധാർമ്മികേണ മഹാത്മന ത്വയാ സമാഗമ്യ, ധാർമ്മികനായ മഹാത്മാവായ അങ്ങയെ സംഗമിച്ച ശേഷം, അങ്ങയെ കണ്ടതിനു ശേഷം അഹം ദേവസേവിതം ത്രിദിവം ഗമിഷ്യാമി, ഞാൻ ദേവന്മാരാലും മറ്റും സേവിക്കപ്പെടുന്ന ലോകങ്ങളിലേക്ക് ഗമിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിനു ശേഷമേ പോകുന്നുള്ളൂ എന്നർത്ഥം. ബ്രഹ്മലോകത്തെക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള വൈകുണ്ഠത്തെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ത്രിദിവം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും ഉപരിയായിരിക്കുന്ന, എല്ലാ ലോകങ്ങൾക്കും ഉപരിയായിരിക്കുന്ന ആ ലോകത്തേക്ക് ഞാൻ പോകുന്നു. അക്ഷയാ നരശാർദൂല മയാ ലോകാജിതാ ശുഭാഃ ബ്രാഹ്മ്യാശ്ച നാഗപൃഷ്ട്യാശ്ച പ്രതിഗൃഹീഷ്വമമഗാൻ. ഹേ നരശാർദൂല, പുരുഷോത്തമനായ രാമ, മയാ ശുഭാഃ അക്ഷയാഃ ബ്രാഹ്മ്യാഃ നാഗപൃഷ്ട്യാഃ ച ലോകാഃ ജിതാഃ. എന്നാൽ ശുഭങ്ങളായതും നാശമില്ലാത്ത അക്ഷയ്യങ്ങളായതും ബ്രാഹ്മ്യാഃ ബ്രഹ്മാവിനെ സംബന്ധിച്ചതും നാഗപൃഷ്ട്യാഃ സ്വർഗത്തെ ചേർന്നതുമായിരിക്കുന്ന ലോകങ്ങളെല്ലാം ജയിക്കപ്പെട്ടിരിക്കുന്നു. മാമകാൻ പ്രതിഗൃഹീഷ്വ, അതെല്ലാം എനിക്ക് വന്നു ചേർന്നതെല്ലാം അങ്ങ് സ്വീകരിച്ചോളൂ എന്നാണ്. ഞാൻ ഏതൊക്കെ പുണ്യം ചെയ്ത് ഏതെല്ലാം ലോകങ്ങളെ നേടിയിട്ടുണ്ടോ ആ ലോകങ്ങളെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാലോ, ഞാൻ ചെയ്ത പുണ്യങ്ങളെല്ലാം അങ്ങേക്കിരിക്കട്ടെ, ആ പുണ്യം കൊണ്ട് അങ്ങയുടെ അവതാര ദൗത്യം നന്നായി നടക്കട്ടെ എന്ന് താല്പര്യം. അപ്പൊ എനിക്ക് ഈ പുണ്യം കൊണ്ട് ഈ സ്വർഗോ ബ്രഹ്മലോകം ഒന്നും ആവശ്യമില്ല. ഞാൻ സദ്യോമുക്തിയാണ് ആഗ്രഹിക്കുന്നത്, ക്രമമുക്തിയല്ല എന്ന് താല്പര്യം. നമ്മുടെ ശാസ്ത്രങ്ങളിൽ 2 തരം മുക്തി പറയും. ഒന്ന് ക്രമമുക്തി, മറ്റൊന്ന് സദ്യോമുക്തി. ക്രമമുക്തി എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ ഓരോരോ ലോകങ്ങളെ പ്രാപിക്കുക. ഇപ്പൊ നമ്മൾ ഭൂമിയിലാണ് ഇരിക്കുന്നത്, ഇനി ഇതിന്റെ മുകളിൽ ഭൂർഭുവസ്വഹ ജനഹ മഹഹ തപഹ സത്യം, ഇങ്ങനെ 7 ലോകങ്ങൾ മുകളിലുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഓരോന്നിലും പോയി അവിടെയുള്ള ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് കുറച്ചു കാലം താമസിച്ച് സന്തോഷിച്ച് അവിടുന്ന് മുകളിലേക്ക് പോയി അവസാനം ബ്രഹ്മലോകം പ്രാപിച്ച് പിന്നീട് അവിടുന്ന് വൈകുണ്ഠത്തിലേക്ക് പോവുക എന്നുള്ളൊരു, അതാണ് ക്രമം, ക്രമിച്ചു പോവുക. എന്നാൽ സദ്യോമുക്തി എന്ന് പറഞ്ഞാലോ ഇമ്മീഡിയറ്റ് മുക്തി, ഇവിടെ തന്നെ ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ തന്നെ ആ ആത്മസാക്ഷാത്കാരം നേടിക്കൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്നതാണ് സദ്യോമുക്തി. അപ്പൊ എനിക്ക് ഈ ക്രമമുക്തിയിൽ യാതൊരു താല്പര്യമില്ല. അവിടെ മുകളിലേക്ക് പോകുമ്പോൾ അബദ്ധവശാൽ വല്ലതും സംഭവിച്ചാൽ, കൈപ്പഴവ് പറ്റിയാൽ വീണ്ടും താഴേക്ക് പതിക്കും. അപ്പൊ ഇനി ഒരിക്കലും പതനമില്ലാത്ത യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആ പദവിയിലേക്ക്, ആ ധാമത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഇനി മറ്റൊരു ലോകം എനിക്ക് വേണ്ട.
ആ ലോകപ്രാപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങളെല്ലാം ഇതാ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അങ്ങേക്കുണ്ടാവട്ടെ. അങ്ങയുടെ ഈ അവതാര ലീലകൾക്കായിട്ട് അത് സഹായമാവട്ടെ എന്നാണ്. അക്ഷയ്യാ നരശാർദൂലമയാ ലോകാജിതാ ശുഭാഃ ബ്രാഹ്മ്യാശ്ച നാഗപൃഷ്ട്യാശ്ച പ്രതിഗൃഹീഷ്വ മാമകാൻ. ഏവ മുക്തോ നരവ്യാഗ്രഃ സർവശാസ്ത്ര വിശാരദഃ ഋഷിണാ ശരഭംഗേണ രാഘവോ വാക്യമബ്രവീത്. ശരഭംഗേണ ഋഷിണ ഏവ മുക്തഃ. ആ ശരഭംഗ ഋഷിയാൽ ഇപ്രകാരം പറയപ്പെട്ടവനായിട്ടുള്ള സർവശാസ്ത്ര വിശാരദഃ നരവ്യാഗ്രഃ രാഘവഃ. എല്ലാ ശാസ്ത്രങ്ങളും നല്ലതുപോലെ ഗ്രഹിച്ചിട്ടുള്ള, ഇന്നലെ പറഞ്ഞില്ലേ, യോഗവാസിഷ്ടം കഴിച്ചിട്ടുള്ള ആളാണ്. വസിഷ്ഠ മഹർഷിയിൽ നിന്ന് വേണ്ടതുപോലെ എല്ലാ അറിവും നേടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള നരശ്രേഷ്ഠനായ രാമൻ വാക്യം അബ്രവീത്, ഇപ്രകാരം വാക്യത്തെ പറഞ്ഞു. അഹമേവാഹരിഷ്യാമി സർവാൻ ലോകാൻ മഹാമുനി ആവാസം ത്വഹമിച്ഛാമി പ്രതിഷ്ഠമിഹ കാനനേ. ഹേ മഹാമുനി, അഹമേവ ലോകാൻ സർവാൻ ആഹരിഷ്യാമി. തീർച്ചയായിട്ടും അങ്ങ് എനിക്ക് സമ്മാനിച്ച ആ ലോകങ്ങളെയൊക്കെ ഞാനിതാ സ്വീകരിക്കുന്നു. നന്നായിട്ട് സർവാൻ ആഹരിഷ്യാമി എന്ന് എല്ലാം ഞാൻ ആഹരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. അഹം ഇഹ കാനനെ ആവാസം തു പ്രതിഷ്ഠം ഇച്ഛാമി. പക്ഷെ ഇപ്പോൾ ഇഹ ഈ കാനനെ ആവാസം പ്രതിഷ്ഠം, ഇവിടെ മാത്രം ഈ കാനനത്തിൽ തന്നെ നിർദ്ദേശിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയാൽ ഞാനിപ്പോ വനത്തിൽ വസിക്കാനാണ് എനിക്ക് അങ്ങ് അനുമതി നൽകേണ്ടത്, ആദേശം നൽകേണ്ടത് എന്നർത്ഥം. പ്രതിഷ്ഠം എന്ന് പറഞ്ഞാൽ ആദേശം ചെയ്യപ്പെട്ടത്. രാഘവേണൈവ മുക്തസ്തു ശക്രതുല്യ ബലേന വൈ ശരഭംഗോ മഹാപ്രാജ്ഞഃ പുനരേവാബ്രവീത് വചഃ. ശക്രതുല്യ ബലേന രാഘവേണ ഏവ മുക്തഃ ശരഭംഗഃ മഹാപ്രാജ്ഞഃ. രാമനാൽ ഇപ്രകാരം പറയപ്പെട്ട മഹാബുദ്ധിമാനായ പ്രജ്ഞാവാനായ ആ ശരഭംഗൻ പുനഃ വചഃ അബ്രവീത്, വീണ്ടും ഇപ്രകാരം പറഞ്ഞു. ഇഹ രാമ മഹാതേജാഃ സുതീക്ഷ്ണോ നാമ ധാർമ്മികഃ വസത്യരണ്യേ ധർമാത്മാ സതേ ശ്രേയോ വിദാസ്യതി. ഹേ രാമ, മഹാതേജാഃ ധർമാത്മാ ധാർമ്മികഃ സുതീക്ഷ്ണഃ നാമ ഇഹ അരണ്യേ വസതി. അല്ലയോ രാമ, അതിതേജസ്വിയായിട്ടുള്ള ധർമ്മമൂർത്തിയായിട്ടുള്ള ധാർമ്മികനായിരിക്കുന്ന സുതീക്ഷ്ണൻ എന്ന മഹർഷി ഇഹ അരണ്യേ വസതി, ഇവിടെ സമീപത്ത് വനത്തിൽ വസിക്കുന്നുണ്ട്. സഹതേ ശ്രേയഃ വിദാസ്യതി, അദ്ദേഹം അങ്ങേക്ക് എല്ലാ നന്മകളെയും ചെയ്യും, ശ്രേയസ്സിനെ ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് അങ്ങ് ചെന്ന് ആ മഹാത്മാവിനെ ദർശിച്ചാലും. സുതീക്ഷ്ണം അഭിഗച്ഛത്വം ശുചൗ ദേശേ തപസ്വിനം രമണീയേ വനോദ്ദേശേ സതേവാസം വിദാസ്യതി ഇമാം മന്ദാകിനീം രാമ പ്രതിശ്രോതാം അനുവ്രജ. ത്വം ശുചൗ ദേശേ തപസ്വിനം സുതീക്ഷ്ണം അഭിഗച്ഛ. അങ്ങ് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ദേശത്ത് താമസിക്കുന്ന സുതീക്ഷ്ണൻ എന്ന തപസ്വിയെ ചെന്ന് കണ്ടാലും, അവിടേക്ക് ചെന്നാലും. സഹതേ രമണീയേ വനോദ്ദേശേ വാസം വിദാസ്യതി, അദ്ദേഹം അങ്ങേക്ക് അതിമനോഹരമായിട്ടുള്ള വനദേശത്ത് വസിക്കുവാനുള്ള വ്യവസ്ഥ ചെയ്യും, വേണ്ടത് ചെയ്തു തരും. രാമ, ഇമാം മന്ദാകിനിയും പ്രതിശ്രോതാം അനുവ്രജ. ഇവിടെ മന്ദാകിനി എന്നുള്ള ആ നദിയുണ്ട്, അതിന് പ്രതിശ്രോതം എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ. അത് എവിടുന്നാണോ വരുന്നത് ആ സ്രോതസ്സിന് അനുസരിച്ച് പൊക്കോളൂ, അല്ലാതെ ഒഴുക്കിന് അനുസരിച്ചല്ല പോണ്ടത്, അതിന്റെ ഉത്ഭവസ്ഥാനത്തെ നോക്കി അങ്ങ് ചെല്ലൂ. ഇവിടെ മന്ദാകിനി എന്ന് പറയുന്നത് അവിടെ ദണ്ഡകാരണ്യത്തില് ചിത്രകൂടത്തിന്റെയൊക്കെ അടുത്തൊഴുകുന്നതായിട്ടുള്ള നദിയാണ് ഗോമതി നദി എന്നും അതിന് പറയും. ഇവിടെ മന്ദാകിനി എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ ഗംഗയുമായിട്ടാണ് കണക്ഷൻ. ഗംഗ മന്ദാകിനി ആവുന്നത് കേദാർനാഥ് എന്ന് ഒഴുകി വരുമ്പോഴാണ്. കേദാർനാഥ് എന്ന് ഒഴുകി വരുമ്പോൾ മന്ദാകിനി എന്ന പേരോടുകൂടി ഭാഗീരഥി, അളകനന്ദ ഇതിലെല്ലാം കൂടി ചേർന്നിട്ടാണ് ഗംഗയാവുന്നത്. ആ മന്ദാകിനി അല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗോമതി നദിക്കും മന്ദാകിനി എന്ന് പേരുണ്ട്. ആ മധ്യപ്രദേശ് UP ആ ബോർഡറിലുള്ള നദിയാണത്.
അപ്പോൾ ആ മന്ദാകിനിക്ക് ഒഴുക്കിനെതിരെ അങ്ങ് സഞ്ചരിക്കും. നദീം പുഷ്പോടുപവഹാം തതസ്തത്ര ഗമിഷ്യസി ഏഷ പന്ഥാ നരവ്യാഗ്ര മുഹൂർത്തം പശ്യതാതമാം യാവജ്ജഹാമി ഗാത്രാണി ജീർണാം ത്വചമിവോരഗഃ തതഃ തത്ര നദീം പുഷ്പോടുവഹാം ഗമിഷ്യസി. അനന്തരം അങ്ങ് അവിടെ ആ നദിയില് പുഷ്പം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളും ഉടുവഹം എന്ന് പറഞ്ഞാല് തോണി എന്നർത്ഥമാണ്. തോണികളോടും കൂടിയതായിട്ടുള്ള പൊങ്ങുതടികളെ വഹിക്കുന്നതായിട്ട് കാണും. അങ്ങ് ഗമിക്കും. ഏഷഹ പന്ഥാ, അതാണ് അങ്ങേക്ക് പോകേണ്ട വഴി. ഹേ ദാദാ നരവ്യാഗ്ര പുരുഷോത്തമ മാ മുഹൂർത്തം പശ്യ. പക്ഷേ കുറച്ചു നേരം ഇവിടെ നിൽക്കണം. കുറച്ചു നേരം നിന്നിട്ട് യാവത് അഹം മമ ഗാത്രാണി ജഹാമി, ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കുമോ അത്രയും നേരം അങ്ങ് ഇവിടെ നിൽക്കണം. ഏതുപോലെയാണ് ഞാൻ ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നത്? ഉരഗഹ ജീർണാം ത്വചം ഇവ. എന്ത് മനോഹരമായ ഉദാഹരണം. ഉരകം എന്ന് പറഞ്ഞാൽ പാമ്പ്, ജീർണമായ ത്വക്ക് എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ വള എന്ന് നമ്മൾ പറയില്ലേ, ആ വളയെ ഉപേക്ഷിക്കുന്നത് പോലെയാണ് മഹാത്മാക്കൾ അവരുടെ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്. ഒട്ടും താതാത്മ്യമില്ല എന്ന് പറയാം അല്ലെ. പാമ്പിനെ വളയെ ഉപേക്ഷിക്കാൻ പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? അത് കളയേണ്ടതാണ്. അവർക്ക് ഭാരമാണ്, തടസ്സമാണ്. അപ്പൊ അത് മൂത്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ത്വക്കിലെ ശൽക്കങ്ങൾ, അതിന്റെ ആ ഒരു അല്ലെ സ്കിന്നിലുള്ളതായിട്ടുള്ള കോശങ്ങൾ ഡെഡായി, അത് ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പൊ അതിനെ എവിടെയെങ്കിലും നല്ല കല്ലിന്റെ ഇടുക്കിലൂടെ പോയിട്ട് എവിടെ ഒന്ന് പ്രവേശിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്ന അവിടെ ഞെരുങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത് വളയെ ഊരും. അപ്പൊ അത്രയും ലാഘവത്തോടു കൂടിയിട്ടാണ് പാമ്പുകൾ അതിന്റെ വള ഊരുന്നത്. അത് കഴിഞ്ഞും പാമ്പ് തുടരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഇപ്പൊ ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ആ ഉദാഹരണം, ജീർണിച്ച വസ്ത്രങ്ങൾ മനുഷ്യന്മാർ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കും പോലെ ഈ ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നു ജീവാത്മാവ് ദേഹി. ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെയില്ല. അദ്ദേഹത്തിന് ഇനി പുതിയ ശരീരമൊന്നും സ്വീകരിക്കാനില്ല. അദ്ദേഹം ആത്മസ്വരൂപനായി ഭഗവാനിലേക്ക് ലയിക്കുകയാണ്. അപ്പൊ പാമ്പ് വളയൂരുന്നത് പോലെ ലാഘവത്തോടെ ഞാൻ എൻ്റെ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറയാം. എത്ര മനോഹരമായിട്ടുള്ള ഉപമയാണ്, ചിന്തിക്കുക. അപ്പോ നമുക്കൊക്കെ സാധിക്കട്ടെ അല്ലേ? നമ്മൾക്കൊക്കെ നമ്മൾ പ്രായമാകുമ്പോഴേക്കും ഈ അറിവൊക്കെ നേടി ഈ ശരീരം ഉപേക്ഷിക്കാനുള്ളതാണ്. നല്ല നിശ്ചയം ഉണ്ടാവട്ടെ. അത് ഉപേക്ഷിക്കേണ്ട സമയമാകുമ്പോൾ ഭയം കൂടാതെ, യാതൊരു മടിയും കൂടാതെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കലാണ് മനുഷ്യ ജീവിതത്തിന്റെ ഒരു സാഫല്യം എന്ന് പറയുന്നത്. നിസ്സാരമായിട്ട് ഉപേക്ഷിക്കാൻ കഴിയണം. അപ്പോ ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ അങ്ങ് ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറയണം. കണ്ടുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് നിന്നാലും. തതോഗ്നിം സുസമാധായ ഹുത്വാചാര്യേണ മന്ത്രവിത് ശരഭംഗോ മഹാതേജഃ പ്രവിവേശ ഹുദാശനം. തതഃ മന്ത്രവിത് മഹാതേജ ശരഭംഗഃ. അനന്തരം മന്ത്രം അറിയുന്ന വേദജ്ഞനായ ശരഭംഗ മഹർഷി, തേജസ്വിയായിട്ടുള്ള മഹർഷി, അഗ്നിം സുസമാധായ, അഗ്നിയെ സമ്യക്കായി ഇന്ധനം ചെയ്ത് ജ്വലിപ്പിച്ച്, ആജ്യേന ഹുത്വാച്ച്, നെയ്യുകൊണ്ട് ഹോമിച്ച് അതിനെ വളർത്തിയിട്ട്, ഹുദാശനം പ്രവിവേശ, ആ ഹുദാശൻ എന്നാൽ അഗ്നി, അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ഹോമിച്ചതെല്ലാം നശിക്കുന്നത് കൊണ്ടാണ് അഗ്നിക്ക് ഹുദാശൻ എന്ന് പേര്. അപ്പൊ തന്റെ ശരീരത്തെ തന്നെ ഒരു ആജ്യം പോലെ, ഒരു ഹവിസ് പോലെ സമർപ്പിക്കുകയാണ് ഒരു മഹാത്മാവ്.
നിത്യാഗ്നിഹോത്രികളായിരിക്കുന്ന ബ്രാഹ്മണർ മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ്. നിത്യവും ആ അഗ്നിഹോത്രം ചെയ്യുന്നതിലൂടെ അവരുടെ മമതയെ നിത്യവും ത്യജിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വസ്തുക്കളിലും വ്യക്തികളിലും ഭൂമിയിലും എല്ലാ ലോകങ്ങളിലുള്ള മമതകളെയൊക്കെ ത്യജിച്ച് അവസാനം സ്വന്തം ദേഹത്തെയും ആ അഗ്നിയിൽ ത്യജിക്കാൻ സന്നദ്ധരാവുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അഗ്നിഹോത്രികളെ ദഹിപ്പിക്കുമ്പോൾ അവർ ഏത് ഹോമകുണ്ടത്തിലാണോ അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് തന്നെ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് വേണം അവരുടെ ചിത കൊളുത്താനായിക്കൊണ്ട്. ഉത്തമന്മാരായ അഗ്നിഹോത്രം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ചിത കൊളുത്തുന്നത് അവർ ഏത് ഹോമകുണ്ടത്തിൽ ഇത്രയും കാലം അഗ്നിയെ ദാനം ചെയ്തുവോ ആ അഗ്നി കൊണ്ട് വേണം ദഹിപ്പിക്കാനായിക്കൊണ്ട്. അങ്ങനെയുള്ള സമ്പ്രദായമാണ്. അപ്പോൾ അതാണ് വീട്ടിൽ നിന്ന് തന്നെ കലത്തിൽ തീയും പുകച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഈ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ കൂടെ ഒരു അഗ്നിയെ കൊണ്ടുപോകും. അത് ഏത് അഗ്നി ആയിരിക്കണം? അഗ്നിഹോത്രശാലയിൽ നിന്നുള്ള ആ ഹോമകുണ്ടത്തിൽ നിന്നുള്ള അഗ്നി ആയിരിക്കണം. പക്ഷെ അതൊന്നും ഇല്ലാത്തവരും കൊണ്ടുപോകാറുണ്ട്. അതൊന്നും ചെയ്യാത്തവരും അതൊരു സമ്പ്രദായമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ അഗ്നി ജ്വലിപ്പിച്ച് ആ മൺകലത്തിലാക്കിയിട്ട് കുറച്ച് അകരിയൊക്കെ ഇട്ട് കത്തിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നത് കാണാം. ഇതാണ് അതിൻ്റെ തത്വം. അവരെല്ലാം ത്യജിച്ചു. അവസാനം അവരുടെ ശരീരത്തെയും ആ അഗ്നിയിലേക്ക് ത്യജിക്കുകയാണ്. അത്രയും നിർമ്മമരായി തീർന്നു, വൈരാഗ്യം അവരിൽ പൂർണ്ണമായി തീർന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അദ്ദേഹം തൻ്റെ ആ അഗ്നിയിൽ ആജ്യം കൊണ്ട് ഹോമിച്ച് തൻ്റെ ശരീരത്തെയും അതിൽ ഹോമിക്കാൻ തയ്യാറാണ്. അതാണ് ആജ്യേന ഹുത്വ ഹുദാശനം പ്രവിവേശ, ആ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. തസ്യ രോമാണി കേശാംശ്ച ദദാഹാഗ്നിർമഹാത്മനഃ ജീർണാം ത്വജം തദാസ്ഥീനി യച്ച മാംസം സുശോണിതം രാമസ്തു വിസ്മിതോ ഭ്രാത്രാ ഭാര്യയാ ച സഹാത്മവാൻ. മഹാത്മനഃ തസ്യ രോമാണി കേശാൻ ജീർണാം ത്വജം അസ്ഥീനി തദാ സശോണിതം മാംസം യത്ര അഗ്നി ദദാഹ. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള രോമാണി, രോമങ്ങളും കേശങ്ങൾ എന്ന് പറഞ്ഞാൽ തലമുടി. അപ്പൊ രോമം ശരീരരോമങ്ങൾ, കേശം എന്ന് പറഞ്ഞാൽ തലയിലെ മുടി. ജീർണാം ത്വചം ജീർണിച്ച ത്വക്കിനെയും അസ്ഥീനി എല്ലുകളെയും സശോണിതം മാംസം രക്തത്തോടുകൂടിയ മാംസത്തെയും അഗ്നി ദഹിപ്പിച്ചു. ആത്മവാൻ രാമഃ തു ഭ്രാത്രാ ഭാര്യയാ ച സഹ വിസ്മിതഃ. ധീരനായ രാമൻ അവിടെ അത് കണ്ടുകൊണ്ട് ലക്ഷ്മണനോടും സീതയോടും കൂടി ആശ്ചര്യസ്തബ്ധനായി നിൽക്കുകയാണ്. ഒരു മഹാത്മാക്കളുടെ ആ ഒരു ധീരമായിട്ടുള്ള അവസ്ഥയെ കണ്ടിട്ട് അവർക്ക് ശരീരത്തിൽ അല്പം പോലും മമതയില്ലാതെ ദേഹത്തെ ദഹിപ്പിക്കാനുള്ള ആ ഒരു മനസ്ഥൈര്യം അവർക്കുണ്ടായത് ഏതൊരു ജ്ഞാനത്താലാണ്. ആ ജ്ഞാനത്തെയാണ് ഇവിടെ വിസ്മയിച്ച് നിൽക്കുന്നത് രാമൻ. സച പാവകസങ്കാശഃ കുമാരഃ സമപദ്യത ഉത്ഥായാഗ്നിചയാ തസ്മാദ് ശരഭംഗോ വ്യരോചത. സഹ ശരഭംഗഃ ച പാവകസങ്കാശഃ കുമാരഃ സമപദ്യത. ആ ശരഭംഗ മഹർഷി പാവകസങ്കാശഃ ഒരു അഗ്നിക്ക് തുല്യമായിട്ടുള്ള തേജസ്സോടുകൂടി കുമാരഃ സമപദ്യത ഒരു കുമാരനായി ഭവിച്ചു, ഒരു തരുണ രൂപത്തെ പ്രാപിച്ചു എന്നർത്ഥം. ഊർധ്വ ലോകത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാനായിട്ട്. തസ്മാത് അഗ്നിചയാത് ഉത്തായ വ്യരോചത. ആ അഗ്നി സഞ്ചയത്തിൽ നിന്ന്, തീകുണ്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് ശോഭിച്ചു നിൽക്കുകയാണ് ഒരു ദേവനെ പോലെ. ലോകാൻ ആഹിതാഗ്നീനാം ഋഷീണാം ച മഹാത്മനാം ദേവാനാം ച വ്യതിക്രമ്യ ബ്രഹ്മലോകം വ്യരോഹതാം. സഹ ആഹിതാഗ്നീനാം മഹാത്മനാം ഋഷീണാം ദേവാനാം ച ലോകാൻ വ്യതിക്രമ്യ. അപ്പൊ അദ്ദേഹം ഊർധ്വലോകങ്ങളെയൊക്കെ കടന്നിട്ട്, അതാണ് ആഹിതാഗ്നികൾ എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രം ചെയ്തവരായ ആളുകളുടെയും, മഹാത്മനാം ഋഷീണാം മഹാത്മാക്കളായ ഋഷീശ്വരന്മാരുടെയും, ദേവാനാം ലോകാൻച വ്യതിക്രമ്യ ദേവന്മാരുടെ ലോകങ്ങളെയും എല്ലാം അതിക്രമിച്ചുകൊണ്ട് ബ്രഹ്മലോകം വ്യരോഹത ആ ബ്രഹ്മലോകത്തിലേക്ക് ആരോഹണം ചെയ്തു. സപുണ്യകർമാ ഭവനേ ദ്വിജർഷഭഃ പിതാമഹം സാനുചരം ദദർശഃ പിതാമഹശ്ചാപി സമീക്ഷ്യതം ദ്വിജം നനന്ദ
സുസ്വാഗതമിത്യുവാചഃ. അപ്പോ പുണ്യകർമ്മ ദ്വിജർഷഭഃ സഹ, അനേകം പുണ്യകർമ്മങ്ങളെ ചെയ്ത ആ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ശരഭംഗൻ സാനുചരം പിതാമഹം ഭവനേ ദദർശ, അനുചരന്മാരോടുകൂടിയ പിതാമഹനായ ബ്രഹ്മദേവനെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്ന് ദർശിച്ചു, ബ്രഹ്മലോകത്ത് ചെന്ന് കണ്ടു. പിതാമഹ അപി തം ദ്വിജം സമീക്ഷ്യ നനന്ദ, ആ ബ്രഹ്മദേവനാകട്ടെ ഈ ബ്രാഹ്മണോത്തമനെ കണ്ടിട്ട് നല്ലതുപോലെ ആനന്ദിച്ചു എന്നർത്ഥം. നനന്ദ സുസ്വാഗതം ഇതിഹ ഉവാച, ബ്രഹ്മലോകത്തേക്ക് സ്വാഗതം സ്വാഗതം എന്ന് ശരഭംഗനെ സ്വാഗതം ചെയ്ത് അവിടേക്ക് സ്വീകരിച്ചു എന്നും കൂടി പറഞ്ഞ് ഇവിടെ ഈ സർഗം പൂർണ്ണമാകുകയാണ്. ശരഭംഗ ഗതി എന്നുള്ളത് പൂർണ്ണമാവുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ പഞ്ചമ സർഗഃ. ഇനി നമുക്ക് നാളെ തുടരാം, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് സുതീക്ഷ്ണാശ്രമത്തിലേക്ക് പോകുന്നതും ആ സുതീക്ഷ്ണാശ്രമ പ്രവേശം സമയത്ത് അനേക ഋഷീശ്വരന്മാർ വന്ന് രാമനെ അഭയം പ്രാപിക്കുന്നതും ആ അഭയം പ്രാപിച്ച ഋഷീശ്വരന്മാർക്ക് എല്ലാവർക്കും അഭയം നൽകിക്കൊണ്ട് രാമൻ പ്രതിജ്ഞ ചെയ്യുന്നതും. ഇപ്പൊ രാമൻ ഈ വനവാസത്തിൽ വന്നിരിക്കുന്നത് സന്യസിച്ചു വന്നതാണോ? അല്ല, തിരിച്ചു പോകാനുള്ള വരവാണ്, അല്ലേ? 14 വർഷത്തേക്ക് മാത്രം വനവാസം വിധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാമൻ എന്ത് ഉപേക്ഷിച്ചിട്ടില്ല? അദ്ദേഹത്തിന്റെ ക്ഷത്രിയ സ്വഭാവം, ക്ഷത്രിയ ധർമ്മം ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ ഈ അരണ്യകാന്ഡം മുഴുവൻ രാമൻ ക്ഷത്രിയ ധർമ്മത്തെ പരിപാലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണേണ്ടത്. അല്ലാതെ ഒരു മുനി ചര്യയാണെങ്കിലും, മുനിയെ പോലെ വേഷമെല്ലാം ധരിച്ച് ജീവിതമെല്ലാം സിമ്പിളായിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം, ആറ്റിറ്റ്യൂഡൊക്കെ എന്താണ്? എല്ലാവരുടെയും രക്ഷ, സജ്ജനങ്ങളുടെ, മഹർഷീശ്വരന്മാരുടെ എല്ലാം രക്ഷ, അവർക്കെല്ലാം അഭയം കൊടുക്കുന്ന വില്ലേന്തിയ ക്ഷത്രിയ വീരനാണ് രാമൻ. ഈ രാമനോട് ഇനി സീതാദേവി വില്ലൊക്കെ കളയാൻ പറയുന്നുണ്ട്. എന്തിനാ വെറുതെ? നമ്മള് തപസ്സിന് വന്നതല്ലേ? ഈ വില്ലും കയ്യിൽ കൊണ്ട് നടന്നാലേ അത് ചിലപ്പോ നമ്മളെ ടെംപ്റ്റ് ചെയ്യും, പണിയുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കുറെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ നമുക്ക് കേൾക്കാം. ഒരു മഹർഷി താപസൻ ഇന്ദ്രൻ ഒരു വാള് ഏൽപ്പിച്ചപ്പോ ആ വാള് കുറെ കാലം സൂക്ഷിച്ച് വെച്ച് പിന്നെ വാള് കയ്യിലെടുത്ത് നടക്കാൻ തുടങ്ങി, പിന്നെ വാളെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു താപസൻ വാള് കൊണ്ട് ഹിംസ ചെയ്യാൻ തുടങ്ങി ഒരവസ്ഥയിലേക്ക്. അപ്പൊ അതുപോലെ അങ്ങും ഈ വില്ലും കൊണ്ട് നടന്നാലേ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വില്ല് ഉപേക്ഷിക്കൂ എന്ന് സീത പല ന്യായങ്ങളും ധർമ്മങ്ങളും പറഞ്ഞ് വലിയ ഉപദേശകയെ പോലെ നല്ല കാര്യങ്ങളാ പറയുന്നതൊക്കെ. സീത വലിയ അറിവുള്ളവളാണ്. ഇതൊക്കെ പറഞ്ഞത് കേട്ട് ശ്രീരാമൻ ചിരിക്കും. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, ന്യായം തന്നെയാണ്. അത് നമ്മൾ സന്യസിക്കാൻ വന്നതാണെങ്കിൽ, നമ്മളിവിടെ സന്യസിക്കാൻ വന്നതല്ല, ഞാൻ എൻ്റെ ക്ഷത്രിയ ധർമ്മം ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോ ആ ക്ഷത്രിയന്റെ ആയുധം വില്ല് അതവൻ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോദണ്ഡരാമനായിട്ടേ നമുക്ക് രാമനെ എവിടെയും ഏതവസ്ഥയിലും കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ആ കഥകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ എന്താ പറയുക, ഇനിയും രസകരമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. നമുക്ക് തുടർന്ന് കാണാം. അപ്പൊ നാളെ വൈകിട്ട് 5 മണിക്ക് തുടരാം. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചര വിനാശകരം നമാമി.
ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. പ്രസാദം വാങ്ങിച്ചിട്ട് പോവാ എല്ലാവർക്കും. അതൊന്ന് ഫിനിഷ് കൊടുക്കും.